ഹായ് സ്റ്റുഡൻസ്, റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി മൂലം ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ കേരളം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അരീക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റൈസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചും ഒരു ബാലികേറാ മലയാണ്. അത് വലിയ ഒരു ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, നമുക്ക് ഏതോ ഒരു രീതിയിലുള്ള ഭയം നമ്മുടെ ഉള്ളിലെല്ലാം വന്ന് പെട്ടതുകൊണ്ടാണ്. നമുക്കതിനെ മറികടക്കാൻ വളരെ ലളിതമായ രീതിയിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, എങ്ങനെ 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയെ വളരെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയുന്നതാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് കുറേ കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാക്കി നമുക്കിതിനെ മാറ്റാം. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ഗ്രാമർ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ചില രീതികൾ, നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, വെർബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി, നമ്മൾ തൽക്കാലം ആ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ്. കാരണം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യണം, അതോടൊപ്പം തന്നെ നമുക്ക് SSLC പരീക്ഷയെ വളരെ നിഷ്പ്രയാസം നേരിടാൻ സാധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് കുറച്ച് എക്സാം ഓറിയൻറ്റഡ് കൂടിയായിരിക്കും ക്ലാസ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നൗൺ, പ്രോനൗൺ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്. അതിന് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പേരാണ്. നമ്മൾ പണ്ട് മുതൽ പഠിച്ചു വരുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കത് വീണ്ടും ഒന്നും കൂടെ ചുരുക്കി പഠിക്കാം. നെയിം ഓഫ് എനിത്തിങ് ഈസ് കോൾഡ് നൗൺ എന്ന് നമുക്ക് പറയാം. എന്തിൻ്റെയും പേരായ ശബ്ദമാണ് നാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണ്, ഒരാളുടെ പേര് പറയുകയാണ് രാജു എന്ന് പറയുന്നു. അത് ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഒരു പേരില്ലെങ്കിൽ നമുക്കൊരാളെ സൂചിപ്പിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് നൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നൗണിനെ കുറിച്ചുമല്ല. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോനൗണിനെ കുറിച്ചാണ്. പ്രോനൗൺ തന്നെ 7 ഡിഫറെൻറ്റ് കാറ്റഗറീസിലുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ചാണ്. അപ്പം നൗണും പേഴ്സണൽ പ്രൊനൗണും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറയും, രാജു എന്ന് തന്നെയുള്ള പേര് നമ്മൾ പറയും. ഈ പേരിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വേറൊരു വാക്കുണ്ട്. അത് എല്ലാവർക്കും അറിയാം. ഹി എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ സംബോധന ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ പേരിന് പകരം നമ്മൾ ഹി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ്, അങ്ങനെ പേഴ്സൺസിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസിനെ തന്നെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ്സുകളിൽ അങ്ങനെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഈ രീതിയിലുള്ള പ്രയോഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. നമുക്ക് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് തിരിക്കുന്നതിന് ഒരു മാനദണ്ഡം. എന്താണ് ഫസ്റ്റ് പേഴ്സൺ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ദ പേഴ്സൺ സ്പീക്കിംഗ് ആണ്, സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സണോ? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ലിസണിങ്, ദ പേഴ്സൺ ഹു ഈസ് ലിസണിങ്, ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നയാളാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ സ്പോക്കൺ അബൌട്ട് ആണ്, നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ആളാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 3 പേഴ്സൺസിലും സിംഗുലറും പ്ലൂരലും ഉണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ അറിയാം, ഏകവചനം എന്നാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമുള്ളതാണ് ഏകവചനം. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഉള്ളതാണ് അതിന് ബഹുവചനം എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്ന് പറഞ്ഞ അർത്ഥം. ഇതെല്ലാം നിങ്ങൾ ഇതേപോലെ തന്നെ ഈ നോട്ട് കൃത്യമായി എഴുതി, പറയുന്ന അർത്ഥവും നിങ്ങൾ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് കണ്ട് എഴുതി വെക്കേണ്ടതാണ്. കാരണം പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി അതിനിടയിൽ ഒരൊറ്റ കാര്യം കൂടെ പറയാം. നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ പഠിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ, ഗ്രാമറിന്റെ അടുത്ത സെഷനുകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ടെൻസ് പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിക്കുകയാണ് സിമ്പിൾ പ്രസന്റൻസിൽ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയി വരുമ്പോൾ വെർബിന്റെ എസ് ഫോം ഉപയോഗിക്കണം. ഇതൊരു നിയമമാണ്. അങ്ങനെ വരുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ഏതാണെന്ന് അറിയണം.
അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ പല അവസരങ്ങളിലും ഈ പേഴ്സൺസിനെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും ആലോചിച്ച് ആരും വറി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ 2-3 പാർട്ടുകളിലായിട്ട് പറയുന്ന കാര്യങ്ങൾ, നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ കമ്പി, മണല്, സിമന്റ് ഒക്കെ എത്തിക്കുന്നത് പോലെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ വ്യക്തമായി ക്ലാസ്സിലേക്ക് കയറുന്നത്. കാരണം കമ്പിയും മണലും സിമെന്റും കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് ബിൽഡിങ്ങിന്റെ രൂപത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠനത്തെ സഹായിക്കുക എന്ന് പലർക്കും ബോധ്യം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വരാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അത് സിംഗുലർ, അതിന്റെ സിംഗുലർ ആണ് ഐ. ഇനി അത് തന്നെ സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റ് പ്രോനൗൺ, പൊസസീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് പ്രോനൗൺ, റിഫ്ലക്സീവ് പ്രോനൗൺ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യത്യാസം കൂടെ നമുക്കൊന്ന് നോക്കാം. സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുന്നയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പോ ആ സബ്ജക്റ്റിനെ സൂചിപ്പിക്കാനാണ് സബ്ജക്റ്റ് പ്രോനൗൺ. ഇപ്പോ എന്റെ പേരിന് പകരം ഞാൻ എന്നാണ് പറയുക. അപ്പൊ ഈ ഞാൻ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഐ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സബ്ജക്റ്റ് പ്രോനൗൺ. ഇങ്ങനെ ഈ 3 പേഴ്സൺസിനും സബ്ജക്റ്റ് പ്രോനൗൺസ് ഉണ്ട്. ഇപ്പൊ ഐ അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഇനി നമുക്ക് നോക്കാം പ്ലൂരൽ. ഈ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ്. എല്ലാവരും അവരവനെ സംബോധന ചെയ്യുന്നത് ഞാൻ എന്നാണ്. ഒരുപാട് ഞാൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഞാനുകൾ എന്നല്ല പറയുക, ഞങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഐ എന്നത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂരൽ വി ആണ്. ഒന്നിലേറെ ആളുകൾ ചേരുമ്പോഴാണ് അത് വി ആകുന്നത്. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞു, പേഴ്സൺ ഹു ഈസ് ലിസണിങ് ആണ് സെക്കൻഡ് പേഴ്സൺ. ഞാൻ ഒരാളോട് എനിക്ക് നിന്നോടെ സംസാരിക്കാൻ കഴിയും. അതാണ് നമ്മൾ ഈ സെക്കൻഡ് പേഴ്സൺ ലിസണിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരാൾക്ക് ഞാൻ സംസാരിക്കുന്നു, ഞാൻ എപ്പോഴും നിന്നോടാണ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാളോടല്ല സംസാരിക്കുക, എപ്പോഴും രണ്ടാമത്തെ ആളോടാണ് നമ്മൾ സംസാരിക്കുക. മൂന്നാമതൊരാളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത് യു ആണ്. അതിന്റെ പ്ലൂരലും യു തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഇംഗ്ലീഷിലൊരു പ്രത്യേകത, യു എന്ന് പറഞ്ഞാൽ നീ എന്നും നിങ്ങൾ എന്നും അർത്ഥമുണ്ട്. മലയാളത്തിൽ നമ്മൾ അതിന് 2 വാക്കുകൾ നീ, നിങ്ങൾ എന്ന് തന്നെ ഉപയോഗിക്കും. മുതിർന്നവരെ സംബോധന ചെയ്യാനും കൂടുതൽ ആളുകളെ സംബോധന ചെയ്യാനും നമ്മൾ യു എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ യു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ നീ എന്നും നിങ്ങൾ എന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില കുട്ടികൾ പലപ്പോഴും തെറ്റിച്ച് ഉപയോഗിക്കുന്ന ഒന്നാണ് യു എന്നത് സിംഗുലറും യുവർ എന്നത് പ്ലൂരലുമാണെന്നൊരു ധാരണയുണ്ട്. യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, നിന്റെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ സിംഗുലറും പ്ലൂരലും യു തന്നെയാണ്. ഇനി തേർഡ് പേഴ്സണിലേക്ക് വരാം. തേർഡ് പേഴ്സൺ ഈ സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് അതിന്റെയും സിംഗുലറും പ്ലൂരലും ഉണ്ട്. അതിന്റെ സിംഗുലറിന് ഒരു പ്രത്യേകത, ഒന്നിലേറെ സിംഗുലർസ് ഉണ്ട്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, അദ്ദേഹം എന്നാണ് അർത്ഥം. ഷീ അവൾ എന്നാണ് അർത്ഥം. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, അത് എന്നൊക്കെയാണ് അർത്ഥം. ഇതാണ് സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത്. ഇനി തേർഡ് പേഴ്സൺ പ്ലൂരൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ, അവൾ, അത് എന്നൊക്കെ പറയുന്ന കുറച്ച് ദൂരെ നിൽക്കുന്ന ആളുകളെ നമ്മൾ സൂചിപ്പിച്ച് പറയുമ്പോൾ അവർ എന്നാണ് പറയുന്നത്. അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ദേ. ദയർ അല്ല, ദേ എന്നാണ്. അപ്പൊ ഇതാണ് പേഴ്സണൽ പ്രൊനൗൺസിലെ സബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം നമുക്ക് വിടുവരെ അടുത്ത ഘട്ടം ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. എന്താണ് സബ്ജക്റ്റ് പ്രൊനൗണും ഒബ്ജക്റ്റ് പ്രൊനൗണും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് സബ്ജക്റ്റ് ആണ്, 2 ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എന്താണ് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം? സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഷീ ഗേവ് മീ എ ഫ്ലവർ. അവൾ എനിക്കൊരു പൂവ് തന്നു. അപ്പൊ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഗേവ് മീ എനിക്ക് തന്നു എന്ന് പറയുന്നത് അവൾ ഒരു പൂവ് തരിക എന്ന പ്രവൃത്തി ചെയ്തപ്പോൾ അതിന്റെ ഫലം അനുഭവിച്ചയാള് ഞാനാണ്. അപ്പൊ മീ എന്ന് പറയുന്നതാണ് അതിന്റെ ഒബ്ജക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഈ ഒബ്ജക്റ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത് എല്ലാ പേഴ്സൺസിനും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആണ് മീ.
ഈ മീയുടെ അർത്ഥം എന്താ? മീ എന്ന് പറഞ്ഞാൽ എന്നെ, എന്നോട്, എനിക്ക്, ഇത്രയും അർത്ഥമാണ്. എന്നെ, എന്നോട്, എനിക്ക്. ഇനി അതിന്റെ പ്ലൂരൽ, ഈ ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി ആണ്. അതിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ അസ്. അസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക് എന്നാണ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാവുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടുത്ത സെഷനുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പഠിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് എല്ലാവരും ഇത് എഴുതിയെടുത്ത് കൃത്യമായി ചാർട്ട് ചെയ്ത് വെക്കണം എന്ന് മാത്രം. ഇനി സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, അതിന്റെ അർത്ഥം എന്താണ്? സെക്കൻഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട് പ്രൊനൗൺ ആവുമ്പോൾ നീ, നിങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം പറയുക. പക്ഷേ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആവുമ്പോൾ അർത്ഥം എന്താണ്? ഒബ്ജക്റ്റ് പ്രൊനൗൺ ആവുമ്പോൾ നീ എന്നല്ല അർത്ഥം വരിക, നിന്നെ, നിന്നോട്, നിനക്ക്, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം വരിക. ഇതിന്റെ പ്ലൂരൽ യു തന്നെയാണ്. അതിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ആയിട്ടുള്ള യുവിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ, നിങ്ങളോട്, നിങ്ങൾക്ക് എന്നാണ്. അവിടെയാണ് അർത്ഥം മാറുന്നത്. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ ഹി ആണ്. അതിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഏതാണ്? ഹിം. ഹിം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അവനെ എന്നാണ്. വേറൊരർത്ഥം അവനോട്, അവന്, ഇങ്ങനെയൊക്കെയാണ്. അതിന്റെ സിംഗുലർ തന്നെയാണ് ഷീ എന്ന് പറയുന്നത്. ഷീയുടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഹർ ആണ്. ഹറിന്റെ അർത്ഥം അവളെ, അവളോട്, അവൾക്ക് എന്നൊക്കെയാണ്. ഇനി അതിന്റെ മറ്റൊരു സിംഗുലർ ആണ് ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാലും ഇത് എന്നാണ്. ഇതിനെ, ഇതിനോട്, ഇതിന് എന്നൊക്കെയാണ് അർത്ഥം. ഇതിന്റെ പ്ലൂരൽ നോക്കാം. ഇതിന്റെ പ്ലൂരലാണ് ദേ. ദേ എന്നതിന്റെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ദം ആണ്. അവരെ, അവരോട്, അവർക്ക് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഇനിയാണ് നമ്മൾ അടുത്ത സെഷനിലേക്ക് വരുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. പൊസസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടേത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ, അവരുടെ, നമ്മുടെ എന്നൊക്കെ പറയുന്നതാണ് പൊസസീവ്. അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയും. അതെന്താണ് അഡ്ജക്റ്റീവ്? നമുക്ക് നോക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്നാണ്. അപ്പം ഒരു പൂവ്, ഒരു ഫ്ലവർ, ആ ഫ്ലവറിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുമ്പം ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഫ്ലവറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അത് അഡ്ജക്റ്റീവ് ആയിട്ട് വരിക? നമുക്ക് നോക്കാം. ഇപ്പം മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുൾ ഒരു അഡ്ജക്റ്റീവ് ആണ്, മൈ അഡ്ജക്റ്റീവ് ആണ്. എങ്ങനെ? ദിസ് ഈസ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ഒരു നൗണാണ്, നാമമാണ്, ഒരു പേരാണ്, ഒരു വസ്തുവിന്റെ പേരാണ് ബുക്ക് എന്ന് പറയുന്നത്. ആരുടെ ബുക്ക്? മൈ ബുക്ക്. അപ്പം മൈ എന്നതുകൊണ്ട് ആ ബുക്കിനെ ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ മൈ എന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ്, എൻ്റെ, സ്വന്തം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ് എല്ലാ പേഴ്സൺസിന്റെയും. ഇനി അതിന്റെ പ്ലൂരൽ വി. വിയുടെ പ്ലൂരൽ പൊസസീവ് അഡ്ജക്റ്റീവ് അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, ഞങ്ങളുടെ എന്നൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരുമ്പോൾ സെക്കൻഡ് പേഴ്സണിലെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് യുവർ ആണ്. അത് സിംഗുലറും പ്ലൂരലും യുവർ തന്നെയാണ് അർത്ഥം. യുവർ സിംഗുലർ ആയിരിക്കുമ്പോൾ നിന്റെ എന്നാണ് അർത്ഥം, പക്ഷെ പ്ലൂരൽ ആകുമ്പോൾ നിങ്ങളുടെ എന്നാണ്. ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ നോക്കാം. തേർഡ് പേഴ്സൺ സിംഗുലർ ഹി. അതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഹിസ് ആണ്. ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ. തേർഡ് പേഴ്സൺ മറ്റൊരു സിംഗുലർ ആയിട്ടുള്ള ഷീയുടെ പൊസസീവ് അഡ്ജക്റ്റീവ് ഹർ ആണ്. അത് അവളുടെ എന്നാണ് അർത്ഥം. ഈ പിന്നെ തേർഡ് പേഴ്സൺ മറ്റൊരു സിംഗുലർ ഇറ്റ് ആണ്. അതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഇറ്റ്സ് എന്നാണ്. അതിന്റെ അർത്ഥം ഇതിന്റെ എന്നാണ്. ഇതിന്റെ പ്ലൂരൽ, ഈ തേർഡ് പേഴ്സൺ പ്ലൂരൽ ദേ ആണ്. ദേയുടെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദയർ, അവരുടെ. ഇത്രയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും ബൈഹാർട്ടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക, കാരണം നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തതാണ് പൊസസീവ് പ്രോനൗൺസ്. അപ്പൊ രണ്ടിടത്തും പൊസസീവ് വരുന്നുണ്ട്. പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രോനൗൺ. അതെങ്ങനെയാ തിരിച്ചറിയാം? മൈ ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കിനെ വിശേഷിപ്പിക്കാനാണ് ഇവിടെ നമ്മൾ മൈ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ മൈ അഡ്ജക്റ്റീവ് ആണ്. പക്ഷേ മൈൻ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം? മൈൻ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് മൈൻ ബുക്ക് എന്ന് പറയില്ല. ഇത് എൻ്റെ ബുക്കാണ് എന്നൊരാൾ പറഞ്ഞാൽ അടുത്ത ആൾ പറയുന്നു ഇത് എൻ്റേതാണ്. എൻ്റേത് എന്നാണ് ഇതിന്റെ അർത്ഥം. എൻ്റെ എന്നല്ല, എൻ്റേത്. എൻ്റേത് എന്ന് പറയുമ്പോൾ മൈൻ ബുക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ദിസ് ഈസ് മൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈ ബുക്കിനെയാണ്. അപ്പൊ ഇവിടെ മൈ ബുക്ക് എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ മൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോ രാജു എന്നതിന് പകരം നമ്മൾ ഹി എന്ന വാക്ക് ഉപയോഗിക്കുന്നു.
രാജു എന്നതിന് പകരം നമ്മൾ ഹി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഹി ഒരു പ്രോനൗൺ ആണ്. കാരണം രാജുവിന് പകരം ഉപയോഗിച്ചതാണ് ഹി. അതേപോലെ മൈ ബുക്ക് എന്നതിന് പകരം, അല്ലെങ്കിൽ മൈ പെൻസിൽ എന്നതിന് പകരം, അല്ലെ മൈ ഹോം എന്നതിന് പകരം ദിസ് ഈസ് മൈൻ എന്ന് പറയുമ്പം ആ മൈ ഹോമിനെ അല്ലെങ്കിൽ മൈ ബുക്കിന് പകരം നമ്മളൊരു വേർഡ് ഉപയോഗിക്കുകയാണ് മൈൻ എന്ന്. അതുകൊണ്ടാണ് അത് പ്രോനൗൺ ആയിട്ട് വരുന്നത്. അപ്പൊ അതാണ് പൊസസീവ് പ്രോനൗൺ. ഇനി അതിന്റെ പ്ലൂരൽ വിയുടെ പൊസസീവ് പ്രോനൗൺ അവേഴ്സ്. അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേത്, നമ്മുടേത് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ യുവേഴ്സ് എന്നാണ്. ഇവിടെ അതിന്റെ അർത്ഥം നിന്റേത്, നിങ്ങളുടേത് എന്നൊക്കെയാണ് സിംഗുലറിന്റെ പ്ലൂരലിന്റെ ഒക്കെ അർത്ഥം വരുന്നത്. ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ടുള്ള ഹിസ്, തേർഡ് പേഴ്സൺ സിംഗുലറിലെ ഹിസ്, ഈ ഹിസിന്റെ അതേ രൂപം തന്നെയാണ് പൊസസീവ് പ്രോനൗണിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ അവന്റെ എന്നാണ് അർത്ഥമെങ്കിൽ, പൊസസീവ് അഡ്ജക്റ്റീവിൽ അവന്റെ എന്നാണ് അർത്ഥമെങ്കിൽ, പൊസസീവ് പ്രോനൗണിൽ അവന്റേത് എന്നായി വരുന്നു. ഇനി പൊസസീവ് പ്രോനൗൺ ആയിട്ടുള്ള ഷീയുടെ പൊസസീവ് പ്രോനൗൺ ഹേഴ്സ് ആണ്. അതിന്റെ അർത്ഥം അവളുടേത് എന്നാണ്. പൊസസീവ് അഡ്ജക്റ്റീവിന്റെ അർത്ഥം അവളുടെ എന്നാണ്, ഹേഴ്സിന്റെ അർത്ഥം അവളുടേത് എന്നാണ്. ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഇറ്റ് എന്നതിന്റെ, ഇറ്റ് എന്ന പേഴ്സണൽ പ്രോനൗൺ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഇറ്റിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ഇറ്റ്സ് ആണ്. അതിന് പൊസസീവ് പ്രോനൗൺ ഇറ്റ്സ് എന്ന് ഉപയോഗിക്കുന്നില്ല. അത് നോട്ട് യൂസ്ഡ് ആണ്, അത് ഉപയോഗത്തിലില്ല. ഇനി തേർഡ് പേഴ്സൺ പ്ലൂരൽ ആയിട്ടുള്ള ദയുടെ പൊസസീവ് പ്രോനൗൺ ദയേഴ്സ് എന്നാണ്. ദയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേത് എന്നാണ്. ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ, ദയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേത്. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് ദയർ ബുക്ക്, ഇത് അവരുടെ പുസ്തകമാണ്. ഇറ്റ് ഈസ് ദയേഴ്സ്, ഇത് അവരുടേതാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയും. റിഫ്ലക്ട് ചെയ്യുന്നതാണ്, പ്രതിഫലിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ദിസ് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, എനിക്ക് തന്നെ ഇത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പറയും. അപ്പം മൈസെൽഫ്, എനിക്ക് തന്നെ എന്നുള്ള അർത്ഥത്തിൽ സെൽഫ് ചേർന്ന രൂപങ്ങളാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ സമയത്തും പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. സാധാരണ പ്രൊനൗണിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സിന്റെ കൂടെ സെൽഫ് ചേർത്തിട്ടാണ് ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഉണ്ടാക്കുന്നത്. എല്ലാ വേർഡ്സിന്റെയും കൂടെ സെൽഫ് ചേർത്തിട്ടാണ്. അപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. സിംഗുലർ ആയിരിക്കുമ്പം സെൽഫ് ആയിരിക്കും, അത് പ്ലൂരൽ ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് VES ചേർത്തിട്ട് സെൽഫ്സ് എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് മൈസെൽഫ് ആണ്. അവിടെ ഞാൻ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഇപ്പോ ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്, ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യുമെന്നാണ്. അപ്പൊ അവിടെ സിംഗുലർ ആണ് ഞാൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് സെൽഫ് വരുമ്പോൾ സെൽഫ് എന്ന് വന്നാൽ മതി, അത് പ്ലൂരൽ അല്ല. അതേസമയം പിന്നെ അവർ എന്ന് പറയുന്ന വാക്ക് വിയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആയിട്ടുള്ള അവർ സെൽഫ് വരുമ്പം കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ VES ചേർത്തിട്ട് അവർ സെൽഫ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, യു എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആയി യു ഉപയോഗിക്കുമ്പോൾ അതിന്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ യുവർ സെൽഫ് ആണ്, യുവർ സെൽഫ്. എന്നാൽ അതിന്റെ പ്ലൂരൽ ഉപയോഗിക്കുമ്പോൾ യുവർ സെൽഫ്സ് എന്നായി വരുന്നു VES. അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവണം ഒരാള് അയാളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലെ ഒന്നിലേറെ ആളുകളുണ്ടോ എന്ന് നമുക്ക് സെൽഫ് നോക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ഹിംസെൽഫ്, ഇത് സിംഗുലർ ആണ്, അതുകൊണ്ട് സെൽഫ് മതി. അടുത്തത് ഹെർസെൽഫ്, സിംഗുലർ ആണ്. ഇറ്റ് സെൽഫ് സിംഗുലർ ആണ്. അതേസമയം തേർഡ് പേഴ്സൺ തന്നെ പ്ലൂരൽ ദയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ദംസെൽഫ്സ് ആണ്. അപ്പൊ അവിടെ ഒന്നിലേറെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് VES എന്ന് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് എന്നതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ടെൻസിലേക്കൊക്കെ കയറുമ്പോൾ പല കാര്യങ്ങൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പേഴ്സൺ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വെക്കേണ്ടതുള്ളൂ. തൽക്കാലം നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സബ്ജക്ട് പ്രൊനൗൺസ് ആണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, സെക്കൻഡ് പേഴ്സൺ പ്ലൂരൽ യു, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, അതിന്റെ പ്ലൂരൽ ദേ. ഇത്രയും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത സെഷനുകളിലേക്ക് നമുക്ക് കയറാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുന്ന
ഈ നമ്മുടെ ഫസ്റ്റ് ലെസൺ. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും ഒരു വലിയ രീതിയിലുള്ള പഠനം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല ആദ്യം ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ കൂട്ടി ചേർക്കുക. അതേപോലെ തന്നെ ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഓക്സിലറി വെർബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വെർബ്സിനെ ഒന്ന് മനസ്സിലാക്കണം. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആള് ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറയുന്നത്, ക്രിയ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ വെർബിന് രണ്ട് തരത്തിലുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് ഒന്ന് സബ്ജക്റ്റിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ ആണ് കാണിക്കുന്നത്. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ സ്റ്റേറ്റ്, അതിന്റെ അവസ്ഥ, അവരുടെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടുക, റൺ, സ്ലീപ്പ്, റൈറ്റ്, ഓടുക, ഉറങ്ങുക, എഴുതുക എന്നൊക്കെ പറയുന്നതാണ് ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ്. നമ്മൾ ഈ വേർബ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓക്സിലറി വേർബിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വേർബിനെ നമുക്ക് രണ്ടായിട്ട് തന്നെ തിരിക്കാം, മെയിൻ വേർബ്സ് എന്നും ഓക്സിലറി വേർബ്സ് എന്നും. വേർബ്സിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പ് വേർബ്സിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, മെയിൻ വേർബ്സും ഓക്സിലറി വേർബ്സും. എന്താ മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്, ആം എന്ന് പറയുന്നത് ഓക്സിലറി വേർബ്. അപ്പൊ നമുക്ക് ഓക്സിലറി വേർബാണ് പിന്നെ പഠിക്കാനുള്ളത്. അപ്പം വേർബിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, മെയിൻ വേർബ്സും ഓക്സിലറി വേർബ്സും. ഈ ഓക്സിലറി വേർബ്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി വേർബ്സ്, രണ്ട് മോഡൽ ഓക്സിലറി വേർബ്സ്. പ്രൈമറി ഓക്സിലറി വേർബ്സും മോഡൽ ഓക്സിലറി വേർബ്സും. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയും, സഹായക ക്രിയ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഓക്സിലറി വേർബ്സ് എപ്പോഴും ചെയ്യുന്നത് വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുക, വേർബിനെ സഹായിക്കുക. ഒരു സെന്റൻസിൽ വേർബിനെ സഹായിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്നതുകൊണ്ടാണ് ഓക്സിലറി വേർബ്സിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറി വേർബ്സിനെയാണ് നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൈമറി ഓക്സിലറി വേർബ്സും രണ്ട് മോഡൽ ഓക്സിലറി വേർബ്സും. എന്താണ് പ്രൈമറി ഓക്സിലറി വേർബ്സും മോഡൽ ഓക്സിലറി വേർബ്സും? പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ be and its forms, do and its forms, have and its forms. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ഓക്സിലറി വേർബ്സ്. അപ്പോൾ be and its forms എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is, am, are, was, were. ഇതാണ് be and its forms എന്ന് പറഞ്ഞാൽ ബിയുടെ അർത്ഥം ആവുക, ആയിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, ആയിരുന്നു എന്നൊക്കെയാണ് അർത്ഥം ബിക്ക് വരിക. അപ്പോൾ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാൽ, ഷുഡ്, വിൽ, വുഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഓക്സിലറി വേർബ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈമറി ഓക്സിലറി വേർബ്സ് നേരിട്ട് വേർബ്സിനെ സഹായിക്കുമ്പോൾ മോഡൽ ഓക്സിലറി വേർബ്സിനെ സഹായിക്കുക എന്നതിനപ്പുറത്ത് അവ സ്വന്തമായ ചില ഡ്യൂട്ടീസും കൂടെ നിർവഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യുമ്പോൾ, പെർമിഷൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ റിക്വസ്റ്റ് നടത്തുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മോഡൽ ഓക്സിലറീസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് മോഡൽ ഓക്സിലറീസും പ്രൈമറി ഓക്സിലറീസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്ന് പറഞ്ഞാൽ ഓക്സിലറി വേർബ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിനെ ഒന്ന് തിരിച്ച് പ്രൈമറി ഓക്സിലറി വേർബ്സും മോഡൽ ഓക്സിലറി വേർബ്സും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ ഓക്സിലറി വേർബ്സിന്റെ എല്ലാം നെഗറ്റീവ് ഫോംസും കൂടെ നമ്മൾ പഠിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സെന്റൻസിന്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ നമുക്കൊരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിലറി വേർബ്സിനെ നെഗറ്റീവ് ആക്കുകയാണ്. അപ്പോൾ ഓക്സിലറി വേർബ്സിന്റെ നെഗറ്റീവ് ഫോമും കൂടെ നമുക്ക് പഠിക്കണം. അതുകൊണ്ട് ഈ ഓക്സിലറി വേർബ്സിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി പഠിക്കാം. അപ്പൊ നമുക്ക് പ്രൈമറി ഓക്സിലറി വേർബ്സിനെ നോക്കാം. നമ്മൾ പറഞ്ഞു പ്രൈമറി ഓക്സിലറി വേർബ്സ്, മോഡൽ ഓക്സിലറി വേർബ്സ് ഉണ്ട്. അതിൽ പ്രൈമറി ഓക്സിലറി വേർബ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്. അതൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ പിന്നീട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആണ്, ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ഓക്സിലറി വേർബ്സ്, ഈ പ്രൈമറി ഓക്സിലറി വേർബ്സ് തന്നെ പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ബി ആൻഡ് ഇറ്റ്സ് ഫോംസ്, ഡു ആൻഡ് ഇറ്റ്സ് ഫോംസ്, ഹാവ് ആൻഡ് ഇറ്റ്സ് ഫോംസ്. എന്താ ബി എന്ന് പറഞ്ഞാൽ? ബിയുടെ അർത്ഥം ആവുക എന്നാണ്.
ആണ്, ആയിരുന്നു എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അതിന് സമാനമായ അർത്ഥമാണ് ഇതൊക്കെ. ഈസ് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ് അർത്ഥം. ഈസ്, ആം, ആർ, ഇതൊക്കെ ആണ്. അപ്പൊ ഐ ആം എ ഫാമർ, ഞാനൊരു കൃഷിക്കാരനാണ്. ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ് എന്നൊക്കെ പറയുമ്പോൾ ഈസും ആമും നമ്മൾ ഉപയോഗിക്കുന്നു. ദേ ആർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമ്മൾ ആർ ഉപയോഗിച്ചു. ഇതിൻ്റെയൊക്കെ അർത്ഥം ആണ്, ആകുന്നു എന്നാണ്. ഇവിടെ അതിൻ്റെ പാസ്റ്റ് രൂപം, അതിൻ്റെ ഭൂതകാല രൂപം, കഴിഞ്ഞ കാല രൂപമാണ് വാസും വേറും. എന്താ ഇതിൻ്റെ പ്രത്യേകത? വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ്. അപ്പൊ ഇത് സിംഗുലറും പ്ലൂരലും ആണെന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ നമുക്കൊന്ന് വിശദമായി നോക്കാം. നമുക്ക് സെന്റൻസുകൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമുള്ളതാണ് ഓക്സിലറി വെർബ്സ്. ഈ ഓക്സിലറി വെർബ്സ് തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സും മോഡൽ ഓക്സിലറി വെർബ്സും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രൈമറി ഓക്സിലറി വെർബ്സ് പിന്നെ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും ഉണ്ട്. അവിടെ തന്നെ സിംഗുലറും പ്ലൂരലും കാണാം. ഈ രണ്ട് ടെൻസിലും സിംഗുലറും പ്ലൂരലും ഉണ്ട്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യമൊക്കെ ചോദിക്കാൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പൊ ഇതിൽ ബേസ് ഫോം, എന്താണ് ബേസ് ഫോം എന്ന് പറഞ്ഞാൽ? പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന രീതിയുണ്ട്. ബേസ് ഫോം ഒരു വേർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നതാണ് ബേസ് ഫോം. അതിന് പ്രസന്റ് ഫോം, ഫസ്റ്റ് ഫോം, റൂട്ട് ഫോം ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഈ ഈസ്, ആം, ആർ എന്നൊക്കെ ഉള്ളതിന്റെ റൂട്ട് ഫോം ആണ് ഈ ബി എന്ന് പറയുന്നത്. അതേപോലെ ഡസ്, ഡു, ഡിഡ് എന്നൊക്കെ പറയുന്നതിന്റെ റൂട്ട് ഫോം ആണ് ഡു എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഹാവ്. ഇതിൽ നിന്നാണ് ഈ രൂപങ്ങളെല്ലാം ഉണ്ടായതെന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോ ബിയുടെ പ്രസന്റ് ടെൻസിലുള്ള സിംഗുലർ ഫോംസ് ആണ് ഈസ്, ആർ. അതിന്റെ പ്ലൂരൽ ഫോമാണ് ആർ. ബിയുടെ തന്നെ പാസ്റ്റ് ടെൻസിലുള്ള സിംഗുലർ ആണ് വാസ്. അതിന്റെ പ്ലൂരലാണ് വേർ. ഇനി ഡു എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലെ സിംഗുലർ ഫോം ഡു ആണ്, ഡസ് ആണ്. ഈ ഡുവിന്റെ സിംഗുലർ ഫോം ഡസ് ആണ്. അതിന്റെ പ്ലൂരൽ ഫോം ആണ് ഡു. അതിന്റെ പാസ്റ്റ് ഫോം ആണ് ഡിഡ്. ഈ പാസ്റ്റ് ടെൻസില് ഡിഡ് സിംഗുലറും പ്ലൂരലും ആയിട്ട് ഉപയോഗിക്കുന്നു. സിംഗുലറും പ്ലൂരലും ഡിഡ് തന്നെയാണ്. അതുപോലെ ഹാവ്. ഹാവിന്റെ സിംഗുലർ ഫോം ആണ് ഹാസ്. അതിന്റെ പ്ലൂരൽ ഫോം ഹാവ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസിലുള്ള ഫോം ഹാഡ് ആണ്. സിംഗുലറും പ്ലൂരലും ഹാഡ് തന്നെയാണ്. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഒരാൾ, ഡാഷ് ഈസ് ദ പ്ലൂരൽ ഫോം ഓഫ് വാസ് എന്ന് ചോദിച്ചാൽ, ഡാഷ് ഈസ് ദ പ്ലൂരൽ ഫോം ഓഫ് വാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ട ആൻസർ വേർ. കാരണം വേർ ആണ് ഈ വാസിന്റെ പ്ലൂരൽ ഫോം. ഇത് പല രീതിയിൽ ഇതിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും. അപ്പോ ഡാഷ് ഈസ് ദ പാസ്റ്റ് സിംഗുലർ ഫോം ഓഫ് ഈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാസ് എന്നാണ് ഉത്തരം. ഡാഷ് ഈസ് ദ പാസ്റ്റ് സിംഗുലർ ഫോം ഓഫ് ആം ചോദിച്ചാലും വാസ് എന്നാണ് ഉത്തരം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രസന്റ് ടെൻസിലെയും പാസ്റ്റ് ടെൻസിലെയും ഓക്സിലറി വെർബ്സിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നതും ഐ വാസ് എ ടീച്ചർ എന്ന് പറയുന്നതും തമ്മിൽ അർത്ഥവ്യത്യാസമുണ്ട്. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആണെന്നാണ്, ഇപ്പം ആണെന്നാണ്. ഐ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ടീച്ചർ അല്ല, ആയിരുന്നു എന്നാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. പിന്നെ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈസ്, ആം ഉപയോഗിക്കുന്നതും ആർ ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം. അതുപോലെ ഡസും ഡൂവും ഹാസും ഹാവും ഒക്കെ ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ സെന്റൻസുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ ബൈഹാർട്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം ഇത്ര ഓർക്കുക, സിംഗുലർ ഫോമുകളാണ് ഈസ്, ആം, ഡസ്, ഹാസ്. ഇത്രയും സിംഗുലർ ആണ്, ഏകവചന രൂപങ്ങളാണ്. ആർ, ഡു, ഹാവ് എന്ന് പറയുന്നത് പ്ലൂരൽ ഫോംസ് ആണ്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ സിംഗുലർ ഫോംസ് ആണ് വാസ്, ഡിഡ്, ഹാഡ്. അതിന്റെ പ്ലൂരൽ ഫോംസ് വേർ, ഡിഡ്, ഹാഡ്. ഈ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ സിംഗുലറും പ്ലൂരലുമാണ്. അതുപോലെ തന്നെ ഹാഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ സിംഗുലറും പ്ലൂരലുമാണ്. എവിടെയാണ് ഇപ്പോൾ ഹാഡ് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇവിടെ ദേ ഉപയോഗിച്ചാലും ഹാഡ് തന്നെ ഉപയോഗിക്കാം. ദേ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഒരു ഉദാഹരണം പറയാം നമുക്ക് മനസ്സിലാക്കാൻ. ഹാസ്
സിംഗുലറിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നത്. നമ്മൾ സെന്റൻസിലേക്ക് ഒന്നും പോകല്ലേ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഷീ ഹാസ് പ്ലേഡ് ചെസ്. ഷീ ഹാസ് പ്ലേഡ് ചെസ്. അപ്പോൾ അവിടെ നമ്മൾ ഹാസ് ഉപയോഗിച്ചു. പക്ഷെ ദേ ആണെങ്കിൽ ദേ ഹാസ് നല്ല പറയാം, ദേ ഹാവ് പ്ലേഡ് ചെസ്. ഇതാണ് ഇതിന്റെ ഉപയോഗം. അത് പിന്നീട് നമ്മൾ സെന്റൻസ് പഠിക്കും. അപ്പൊ ഇപ്പോ ഈ പ്രൈമറി ഓക്സിലറി വെർബ്സിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പ്രൈമറി ഓക്സിലറി വെർബ്സിൽ തന്നെ പ്രസന്റ് ഫോമും പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് ഉണ്ട്. അതിന് സിംഗുലർ പ്ലൂറൽ ഉണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി, ഡു, ഹാവ് എന്നിവയുടെ ഫോംസ് ആണ്. എന്നിവയുടെ ഫോംസ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഫോംസ് ഈസ്, ആം, ആർ, വാസ്, വേർ. ഡൂവിന്റെ ഫോംസ് ഡസ്, ഡു, ഡിഡ്. ഹാവിന്റെ ഫോംസ് ഹാസ്, ഹാവ്, ഹാഡ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ഓക്സിലറി വെർബ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് മോഡൽ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. മോഡൽ ഓക്സിലറി വെർബ്സും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ ഓക്സിലറി വെർബിന്റെയും നെഗറ്റീവ് ഫോംസും കൂടെ പഠിക്കണം. ശരി, നമുക്ക് ഇനി മോഡൽ ഓക്സിലറി വെർബ്സും കൂടെ നോക്കാം. അപ്പോൾ പ്രൈമറി ഓക്സിലറി വെർബ്സ് ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇനി മോഡൽ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡയർ, DARE, ഡയർ, യൂസ്ഡ്, ought, OUGH. ഇത്രയാണ് മോഡൽ ഓക്സിലറി വെർബ്സ്. ഇപ്പൊ പ്രൈമറി ഓക്സിലറി വെർബ്സിൽ നിന്ന് മോഡൽ ഓക്സിലറി വെർബ്സിന് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പ്രൈമറി ഓക്സിലറി വെർബ്സ് ചെയ്യുന്നത് വേർബ്സിനെ ഹെൽപ്പ് ചെയ്യാം. വേർബ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സിനെ അല്ലെങ്കിൽ ഓക്സിലറി വെർബ്സിനെ മൊത്തം നമ്മൾ ഹെൽപ്പിംഗ് വെർബ്സ് എന്ന് വിളിക്കാറുണ്ട്. ഹെൽപ്പിംഗ് വെർബ്സ് തന്നെയാണ് ഈ മോഡൽ ഓക്സിലറി വെർബ്സ്. എങ്കിലും മോഡൽ ഓക്സിലറി വെർബ്സിന് തനതായ ചില ഡ്യൂട്ടീസും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെർമിഷൻ ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ട് പോലെ പഠിക്കുന്നതാണ്, ക്ലാസ്സിലേക്ക് കയറി വരാൻ നേരത്തെ നമ്മൾ ചോദിക്കുന്നു മേ ഐ കമിൻ സർ, മേ ഐ കമിൻ സർ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ മേ എന്ന് പറയുന്നത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ കാര്യങ്ങൾക്കെല്ലാം അത്തരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. കമാൻഡ് ചെയ്യാൻ, റിക്വസ്റ്റ് ചെയ്യാൻ, പെർമിഷൻ ചോദിക്കാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. അപ്പോൾ ഈ മോഡൽ ഓക്സിലറി വെർബ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ ശരിക്കും പഠിക്കാനുള്ളതാണ്. 9ലും 10ലും പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓക്സിലറി വെർബ്സ് എല്ലാം പ്രൈമറി ഓക്സിലറി വെർബ്സിന്റെയും മോഡൽ ഓക്സിലറി വെർബ്സിന്റെയും നെഗറ്റീവ് ഫോംസ് ആണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസിനെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. നെഗറ്റീവ് ആക്കുന്നത്, ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് ആ സെന്റൻസിലെ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്തിട്ടാണ്. അപ്പോൾ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുമ്പോൾ ഇപ്പോൾ ഈസ് എന്നതിൻ്റെ നോട്ട് ചേർത്ത രൂപം ഈസ് നോട്ടാണ്. അതിൻ്റെ ഷോർട്ട് ഫോം ഉണ്ട് ഈസിൻ്റെ. ആ രീതിയിൽ നമ്മൾ മുഴുവൻ ഓക്സിലറി വെർബ്സിൻ്റെ നെഗറ്റീവ് ഫോംസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായി പഠിക്കുക ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഓക്സിലറി വെർബ്സിൻ്റെ എല്ലാം നെഗറ്റീവ് ഫോംസ് ഒന്ന് നോക്കാം. ശരി, ഇനി നമ്മളിപ്പോൾ ഓക്സിലറി വെർബ്സ് കണ്ടു. മോഡൽ ഓക്സിലറി വെർബ്സും പ്രൈമറി ഓക്സിലറി വെർബ്സും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോംസ് എന്താണ് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു നെഗറ്റീവ് ഫോംസ് നമ്മൾ പഠിക്കുന്നത് സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫോംസ് അറിയണം. അപ്പോൾ അതിലേക്കുള്ള ക്ലാസ് ആണ്. നമുക്ക് നോക്കാം നെഗറ്റീവ് ഫോംസ് ഓഫ് ഓക്സിലറി വെർബ്സ്. ഇപ്പോൾ ഈസ് നോട്ട്, ഈ നോട്ട് ചേർക്കാതെ നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഈസിൻറ്റ് എന്ന് പറയുക. എഴുതുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ ഈസ് നോട്ട് എന്നൊക്കെ എഴുതും, പക്ഷെ സ്പോക്കൺ ആയിട്ട് വരുമ്പോൾ ഈസിൻറ്റ് എന്നാണ് പറയുക. ഇത് നോട്ട് തന്നെയാണ്, ഇവിടെ ഓ ഒഴിവാക്കിയിട്ട് ഈസിൻറ്റ് എന്ന് എഴുതുന്നു. അപ്പോൾ ISN''T ഇതാണ് ഈസിൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ വേർഡിന്റെയും കൂടെ നോട്ട് ചേർത്ത് അതിന്റെ ചുരുക്ക രൂപം എഴുതിയാലും അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ ചില വാക്കുകൾ മാത്രം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ഈസ് നോട്ടിന്റെ ചുരുക്ക രൂപം ഈസിൻ്റെ, പക്ഷെ ആം നോട്ടിൻ്റെത് നമ്മൾ ഒറ്റയടിക്ക് പറയുമ്പോൾ ആമിൻ്റെ എന്ന് പറയും, പക്ഷെ ആറിൻ്റെ എന്നാണ്. ഇത് ശ്രദ്ധിക്കണം. ആം നോട്ട് ആറിൻ്റെ ആണ്. കാരണം ഈ ആം നോട്ടിന്റെ ചുരുക്ക രൂപമായിട്ട് ആമിൻ്റെ എന്ന് ഉപയോഗിക്കുന്നില്ല. ഈ ആറിൻ്റെ എന്ന് ഉപയോഗിക്കുന്നത് തന്നെ ക്വസ്റ്റ്യൻ ടാഗിലാണ്, അല്ലാതെ ഒരു സെന്റൻസിൽ സാധാരണ ആറിൻ്റെ എന്ന് പറയുന്നില്ല.
നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ആറിൻ്റെ എന്ന് പറയുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ ആം നോട്ട് എന്നാണ് പറയുന്നത്. സ്പോക്കണിൽ ചിലപ്പോഴെല്ലാം എയിം എന്ന് പറയാറുണ്ട്. എയിം ആമിൻ്റെ എന്ന് പറയാറില്ല. അപ്പോൾ ആറിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ആർ നോട്ട്, ആറിൻറ്റ്, വാസ് നോട്ട്, വാസിൻറ്റ്, were not, weren't, have not, haven't, has not, hasn't, had not, hadn't, do not. നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഡോണ്ട് എന്നാണ്. അത് ശ്രദ്ധിക്കുക. ഡു നോട്ട്, ഡോണ്ട്. ഡസ് നോട്ട്, ഡസിൻറ്റ്, ഡിഡ് നോട്ട്, ഡിഡിൻറ്റ്. ഇത്രയും ആണ് പ്രൈമറി ഓക്സിലറി വെർബ്സിന്റെ നെഗറ്റീവ് ഫോംസ്. ഇനി നമുക്ക് മോഡൽ ഓക്സിലറി വെർബ്സിന്റെ നെഗറ്റീവ് ഫോംസ് നോക്കാം. ഷാൽ നോട്ട്. ഷാൽ നോട്ടിന്റെ നെഗറ്റീവ് ഫോം പലപ്പോഴും കുട്ടികൾ തെറ്റിച്ച് പറയുന്നതാണ് ഷാലിദ്. ഷാലിദ് അല്ല, ഷോണ്ട് എന്നാണ്. SHAN'. ഷോൺ. ഷുഡ് നോട്ട്, ഷുഡിൻ. ചിലർ ഷാൽ നോട്ടിന്റെ ചുരുക്ക രൂപം തന്നെയായിട്ട് ഷുഡിന് പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഷാൽ നോട്ട്, ഷോണ്ട്. ഷുഡ് നോട്ട്, ഷുഡിൻ. അടുത്ത് തെറ്റിക്കുന്നതാണ് വിൽ നോട്ട്. വിൽ നോട്ടിന്റെ വില്ലിൽ എന്ന് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. വിൽ നോട്ടിന്റെ വോണ്ട്, വോണ്ട്. ശ്രദ്ധിക്കുക. വിൽ നോട്ട്, വോണ്ട്. ഇനി വുഡ് നോട്ട്, വുഡിൻറ്റ്, cannot, can't, could not, couldn't, may not, mayn't, might not, mightn't, must not, mustn't എന്നാണ് വായിക്കുക. mustn't. MUSTN'. mustn't. Need not, needn't. Dare not, daren't. Used not, usedn't. Ought not, oughtn't. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ടാഗ് പഠിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോഴാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെ എല്ലാ ഓക്സിലറി വെർബ്സും ഉണ്ട്. ഈ എല്ലാ ഓക്സിലറി വെർബ്സും അതിന്റെ നെഗറ്റീവ് ഫോംസും ആദ്യം തന്നെ പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ മാറി പഠിക്കാൻ കാരണം ഈ പ്രൈമറി ഓക്സിലറി വെർബ്സ് നമ്മൾ പ്രസന്റ് ടെൻസിലെയും പാസ്റ്റ് ടെൻസിലെയും ഫോംസ് ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർത്തിരിക്കുക. എല്ലാ ഓക്സിലറി വെർബ്സും ഇത്രയേറെ ഓക്സിലറി വെർബ്സ് ആണുള്ളത്. പ്രൈമറി ഓക്സിലറി വെർബ്സും മോഡൽ ഓക്സിലറി വെർബ്സും അതിൻ്റെയൊക്കെ തന്നെ നെഗറ്റീവ് ഫോംസ്. ഇത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് ആം നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആറിൻ്റെ എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ടാഗിൽ പലപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ഇത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആം നോട്ട്, ആർ. പിന്നെ ഉള്ളത് ഷാൽ നോട്ട്. അതിന്റെ പ്രൊനൗൺസിയേഷൻ അതിന്റെ ഷോർട്ട് ഫോം ഷോണ്ട് എന്നാണ്. അതുപോലെ വിൽ നോട്ടിൻ്റെത് വോണ്ട് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ടും നെഗറ്റീവ് ഫോംസിൽ ശ്രദ്ധിക്കാനുള്ളത്. ശരി, ഇനി നമുക്ക് വേർബ്സിന്റെ 5 ഫോംസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വേർബ്സ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. വേർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. അതിന് 5 രൂപങ്ങളുണ്ട്. എല്ലാ വേർബ്സിനും 5 രൂപങ്ങളുണ്ട്. ആ 5 രൂപങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു വ്യത്യാസമുള്ളത്, എല്ലാ വേർബ്സിനും 5 രൂപങ്ങളുണ്ടെങ്കിലും എല്ലാ വേർബിൻ്റെയും 5 രൂപങ്ങൾ വ്യത്യസ്തമായിരിക്കണമെന്നില്ല. ചില വേർബിന് 4 വ്യത്യസ്ത രൂപമായിരിക്കും, ചില വേർബിന് 3 വ്യത്യസ്ത രൂപങ്ങളായിരിക്കും ഉള്ളത്. അതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെന്റൻസുകളിൽ നെഗറ്റീവ് ആക്കുന്നതിനെ കുറിച്ചും എസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലുള്ള പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിലേക്കൊക്കെ കിടക്കാം. ഇപ്പൊ ആദ്യം 5 ഫോംസ് ഓഫ് വേർബ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാണ് V1. ഇത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ്. ബേസ് ഫോം എന്നാണ് പറയുക, അല്ലെങ്കിൽ പാസ്റ്റ് പ്രസന്റ് ഫോം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വേർബ്. ഇങ്ങനെയൊക്കെ പറയുന്ന വേർബിന്റെ രൂപമാണ് V1. ഈ V എന്നത് ഉദ്ദേശിക്കുന്നത് വേർബ് തന്നെയാണ്. V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. V2 എന്താണ്? വേർബിന്റെ സെക്കൻഡ് ഫോം V2. V3 എന്ന് പറയുന്നത് വേർബിന്റെ തേർഡ് ഫോം. പിന്നെ എസ് ഫോം, എസ് ചേർന്ന രൂപമാണ് എസ് ഫോം. ING ചേർന്ന രൂപം ING ഫോം. ഇത്രയാണ് വേർബിന്റെ 5 ഫോംസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ മലയാളത്തിൽ സാധാരണ എഴുതുക, എഴുതി, എഴുതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ടെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രയോഗ രീതിയല്ല ഇത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഓരോ സെന്റൻസും പറയുന്ന സാഹചര്യത്തിൽ
വ്യത്യസ്തമായ ഉപയോഗ രീതികളാണ് വേർബ്സിന് ഉള്ളത്. ഇപ്പോൾ ഐ റൈറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഥകൾ എഴുതാറുണ്ട് എന്നാണ്. ഐ റൈറ്റ് സ്റ്റോറീസ്. അവിടെ റൈറ്റ് എന്ന് പറയുന്നത് V1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കഥ എഴുതി എന്ന് പറയണമെങ്കിൽ ഐ റോട്ട് എ സ്റ്റോറി ഉപയോഗിക്കും. അവിടെ റോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിലോ ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. അവിടെ ഹാവ് ചേർത്തിട്ട് റിട്ടൺ എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കുന്നു. ഇവിടെ റൈറ്റ്സ് എവിടെയാണ് പറയുന്നത്? ഷീ റൈറ്റ്സ് എ ലെറ്റർ. അവൾ ഒരു കത്ത് എഴുതുന്നു. അവിടെ റൈറ്റ്സ് എന്ന് പറയുന്ന എസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ദേ ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അവർ കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവിടെ റൈറ്റിംഗ് ഉപയോഗിക്കും. അപ്പൊ ടെൻസ് ബേസ്ഡ് ആയിട്ടല്ല, എന്നാൽ ടെൻസ് മാറുന്നതിനനുസരിച്ചും ഈ വെർബിന്റെ ഫോം ഉപയോഗിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ഫോംസ് പല സാഹചര്യങ്ങളിലായിട്ട് വെർബിൻ്റെത് ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് എന്ന് പറയുന്നതാണ് ഈ വെർബിന്റെ ഫസ്റ്റ് ഫോം. അതിന്റെ സെക്കൻഡ് ഫോം റോട്ടാണ്. തേർഡ് ഫോം റിട്ടൺ ആണ്. എസ് ഫോം ഈ ബേസ് ഫോമിന്റെ കൂടെ അല്ലെങ്കിൽ V1ന്റെ കൂടെ എസ് ചേർന്നിട്ടുള്ള ഫോമാണ് എസ് ഫോം, റൈറ്റ്സ്. ഈ V1ന്റെ കൂടെ തന്നെ ING ചേർന്ന ഫോമാണ് റൈറ്റിംഗ്. ഇങ്ങനെ 5 ഫോമാണ് ആ വെർബിനുള്ളത്. അടുത്തത് ഈറ്റ് എന്ന് പറയുന്ന വാക്ക്. ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക. അതിന്റെ സെക്കൻഡ് ഫോം ate, ATE. തേർഡ് ഫോം eaten. എസ് ഫോം eats. ING ഫോം eating. ഈ 2 വേർബ്സിന്റെ പ്രത്യേകത, ഈ 2 വേർബ്സിനും 5 വ്യത്യസ്ത ഫോമുകളാണുള്ളത്. ഈറ്റ്, ate, eaten, eats, eating. ഇങ്ങനെ 5 വ്യത്യസ്ത ഫോമുകളാണുള്ളത്. ഇതും അങ്ങനെ തന്നെ. റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റ്സ്, റൈറ്റ്. നമുക്ക് അടുത്ത വേർബ് നോക്കാം. പ്ലേ. പ്ലേ എന്ന് പറയുന്നത് V1 പ്ലേ ആണ്. സെക്കൻഡ് ഫോം, വെർബിന്റെ സെക്കൻഡ് ഫോം പ്ലേഡ് ആണ്. തേർഡ് ഫോമും പ്ലേഡ് ആണ്. പിന്നെ എസ് ഫോം പ്ലേസ്, ING ഫോം പ്ലേ. അപ്പോ എങ്ങനെ ഒരു കുട്ടി തിരിച്ചറിയും ഈ പ്ലേഡും തേർഡ് ഫോം ആയിട്ടുള്ള പ്ലേഡും എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ പറയാണ് ഐ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. ഐ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. അവിടെ V2 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരാൾ പറയുന്നു ഐ ഹാവ് പ്ലേഡ് ചെസ്. അവിടെ ഹാവ് പ്ലേഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് V3 ആണ്. എന്ന് പറഞ്ഞാൽ പ്ലേ ഒരു സെന്റൻസിൽ V2 മാത്രം ഉപയോഗിക്കുന്നു, ഒരു V2 ഫോം മാത്രം ഉപയോഗിക്കുമ്പോൾ അത് V2 ആണെന്നും V2 ഫോം ഒരു ഓക്സിലറി വെർബിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് V3 ആണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ പ്ലേഡ് എന്ന് പറയുമ്പോൾ അത് V2 ആണ്, ഹാവ് പ്ലേഡ് എന്ന് പറയുമ്പോൾ അത് V3 ആണ്. ഇനി അടുത്തത് വർക്ക്. സെക്കൻഡ് ഫോം വർക്ക്ഡ്. തേർഡ് ഫോമും ഇതുപോലെ തന്നെ വർക്ക്ഡ്. എസ് ഫോം വർക്ക്സ്, ING ഫോം വർക്കിംഗ്. അടുത്ത വേർബ്സ് 2 കട്ട്, പുട്ട്. ഇത് രണ്ടിലും വ്യത്യാസം വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. V1, V2, V3 ഇത് 3ഉം ഒരേ ഫോമാണ്, ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. കട്ട്, കട്ട്, കട്ട്. എസ് ഫോം കട്ട്സ്, ING ഫോം കട്ടിങ്. ഇവിടെ പുട്ട്, പുട്ട്, പുട്ട്. എസ് ഫോം പുട്ട്സ്, ING ഫോം പുട്ടിങ്. ഇവിടെയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ 3 വെർബിന്റെ ഫോംസും നമ്മൾക്ക് ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഫോമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അത് നമ്മൾ സെന്റൻസിലേക്ക് കയറി കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വെർബിന്റെ ഫോമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. വെർബിന്റെ 5 ഫോംസ് എന്ന് പറഞ്ഞാൽ V1, V2, V3, എസ് ഫോം, ING ഫോം. ഇങ്ങനെ 5 ഫോംസ് ആണ് എല്ലാ വെർബിനും ഉള്ളത്. ഇത് നമ്മൾ സാധാരണ സെന്റൻസ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഇതും പരീക്ഷയ്ക്ക് എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായി വരുന്നതാണ്. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് പഠിക്കാം. നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കാം.
ഐ ആം എ ഫാമർ. ഞാൻ ഒരു കൃഷിക്കാരൻ. ഐ ആം എ ഫാമർ. ഐ ആം എ ഫാമർ എന്ന് പറയുന്ന സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ എവിടെയാണ് നോട്ട് ചേർക്കുന്നത്? നോട്ട് ചേർക്കുന്നതാണ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്. അത് എവിടെയാണ് ചേർക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഐ ആം എ ഫാമറിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നോട്ട് ഐ ആം എ ഫാമർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവില്ല. ഐ നോട്ട് ആം എ ഫാമർ എന്ന് പറഞ്ഞാലും പോരാ. ഐ ആം എ നോട്ട് ഫാമർ എന്ന് പറഞ്ഞാലും പോരാ. ഐ ആം എ ഫാമർ നോട്ട് എന്ന് പറഞ്ഞാലും അത് നെഗറ്റീവ് ആവില്ല. അപ്പോൾ പിന്നെ നോട്ട് എവിടെയാണ് ചേർക്കുന്നത്? അതിനൊരു നിയമമുണ്ട്. ഹൗ ക്യാൻ വി ചേഞ്ച് എ പോസിറ്റീവ് സെന്റൻസ് ഇൻടു എ നെഗറ്റീവ് സെന്റൻസ്? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ we can add not immediately after the auxiliary verbs in that sentence. ആ സെന്റൻസിലെ ഓക്സിലിയറി വെർബ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോട്ട് ചേർക്കും. ഐ ആം എ ഫാമർ, ആ സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഐ ആം നോട്ട് എ ഫാമർ. അങ്ങനെ ഐ ആം നോട്ട് എ ഫാമർ കൃത്യമായി മനസ്സിലാക്കുക. ഓക്സിലിയറി വെർബിന് ശേഷമാണ് നോട്ട് ചേർക്കുന്നത്. സെക്കൻഡ് സെന്റൻസ് നോക്കാം. ദേ ആർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണ്. അവർ വിദ്യാർത്ഥികളല്ല എന്ന് നമുക്ക് പറയണം. ദേ ആർ നോട്ട് സ്റ്റുഡൻസ്. ഇവിടെയും ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്തിരിക്കുന്നു, ശ്രദ്ധിക്കുക. അടുത്ത സെന്റൻസ് ഹി ഹാസ് ബീൻ റീഡിങ്. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഹാസ് ആണ്, അതിനുശേഷം നോട്ട് ചേർത്തിരിക്കുന്നു. ഹി ഹാസ് നോട്ട് ബീൻ റീഡിങ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഷീ വിൽ ഹാവ് കം. അതിനെ എങ്ങനെ നെഗറ്റീവ് ആണ്? ഇൻ ദിസ് സെന്റൻസ് യു ക്യാൻ സീ ടു ഓക്സിലറി വെർബ്സ്. വൺ ഈസ് വിൽ ആൻഡ് ദി അതർ വൺ ഈസ് ഹാവ്. അപ്പോൾ ഇവിടെ രണ്ട് ഓക്സിലറി വെർബിനെ കാണാം, ഒന്ന് വില്ല്, ഒന്ന് ഹാവ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ we can use the first auxiliary verb and add not after the first auxiliary verb. ഈ ഒരു സാഹചര്യം വരുമ്പോഴാണ് രണ്ട് ഓക്സിലറി വെർബ് വരുമ്പോൾ ആദ്യ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ നോട്ട് ചേർക്കണം. ഇവിടെ രണ്ട് ഓക്സിലറി വെർബ്, ഒന്ന് വിൽ, രണ്ട് ഹാവ്. അവിടെ ആദ്യത്തെ ഓക്സിലറി വെർബായ വില്ലിന് ശേഷം നോട്ട് ചേർക്കും. ഷീ വിൽ നോട്ട് ഹാവ് കം. ഷീ വിൽ നോട്ട് ഹാവ്. അതേപോലെ തന്നെ മറ്റൊരു സെന്റൻസ് we can do this. ഇവിടെ ഓക്സിലറി വെർബ് can, നെക്സ്റ്റ് ഓക്സിലറി വെർബ് do. അങ്ങനെ രണ്ട് ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കിയപ്പോൾ ഒന്നാമത്തെ ഓക്സിലറി വെർബായ canന് ശേഷം നോട്ട് ചേർക്കും. അപ്പോൾ we cannot do this. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്, ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്തിട്ടാണ് ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്. ഇനി വേറൊരു പ്രത്യേകത നമുക്ക് അടുത്ത് വരുന്ന സെന്റൻസുകളിൽ കാണാം. എന്താ നോക്കാം. ദേ പ്ലേ ചെസ് എന്നതാണ് ഈ സെന്റൻസ്. ദേ പ്ലേ ചെസ്. നമ്മൾ പഠിച്ചത് ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കണം എന്നാണ്. യു കനോട്ട് ഫൈൻഡ് എനി ഓക്സിലറി വെർബ് ഇൻ ദിസ് സെന്റൻസ്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സെന്റൻസിനെ നെഗറ്റീവ് ആക്കും? ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതായി നോക്കേണ്ടത് ആ സെന്റൻസിൽ വെർബ് ഉണ്ടോ എന്നാണ്. വെർബിന്റെ 5 ഫോംസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഏതാണ്? പ്ലേ എന്ന് പറയുന്നതാണ് വെർബ്. പ്ലേ എന്ന് പറയുന്ന വെർബ് ആണെങ്കിൽ നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ ഏത് ഫോം ആണെന്നുള്ളതാണ്. പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് V1. ഡൂവിന്റെ കൂടെ V1 ചേരുന്നതാണ് യഥാർത്ഥത്തിൽ V1 എന്ന് പറഞ്ഞാൽ V1-ൽ ഡു ഉണ്ട് എന്നർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം. പ്ലേ, അതാണ് V1. അപ്പൊ പ്ലേയിൽ എന്തുണ്ട്? ഡു ഉണ്ട്. അപ്പൊ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു പ്ലേ ആണ് പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ ഡു പ്ലേ ആണ് എന്ന് പറഞ്ഞാൽ പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അതിൽ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബും കൂടെ ഉണ്ട് എന്ന് അർത്ഥം. അപ്പൊ നമുക്ക് കിട്ടി ഡു പ്ലേ. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആകുമ്പോൾ എന്താവുന്നു? ദേ ഡു പ്ലേ എന്നാണല്ലോ. അപ്പൊ ദേ ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, അതിനുശേഷം നോട്ട് ചേർക്കുന്നു. അപ്പൊ ദേ ഡു നോട്ട് പ്ലേ ചെസ്. ഇനി അടുത്ത സെന്റൻസ് സെയിം. വി വർക്ക് ഹാർഡ്. ഈ സെന്റൻസിലും ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ അടുത്തത് നമ്മൾ നോക്കേണ്ടത് വെർബ് ഉണ്ടോ എന്നാണ്. വെർബ് ഉണ്ട്. വർക്ക് എന്ന് പറയുന്ന വെർബ് ഏത് ഫോമാണ്? V1. V1 വരുമ്പോൾ എന്ത് ചേർക്കണം എന്നാണ് പഠിച്ചത്? V1 വരുമ്പോൾ ചേർക്കേണ്ടത് ഡു. അപ്പൊ നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ V1 ആണെങ്കിൽ ഡു ചേർക്കണം എന്ന് പഠിക്കാം.
അപ്പൊ V1 ആണ് ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ഡു നോട്ട് വർക്ക് ഹാർഡ്. കാരണം ഈ വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു വർക്ക് എന്നായി മാറുന്നു. ഡു ഒരു ഓക്സിലറി വെർബ് ആയതുകൊണ്ട് ഡുവിന് ശേഷം നമ്മൾ നോട്ട് ചേർക്കുന്നു. അപ്പോൾ വി ഡു നോട്ട് വർക്ക്. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. V1 is equal to do plus V1. ഇപ്പൊ പ്ലേ എന്ന് പറയുന്നതാണ് V1 ആയിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഡു പ്ലേ എന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോവാം. ഷീ പ്ലേസ് ചെസ്. ഇവിടെയും ഒരു പ്രത്യേകത ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ ഇല്ല. ഷീ പ്ലേസ് ചെസ്. ഷീ പ്ലേസ് ചെസ് എന്ന് പറയുന്ന സെന്റൻസിൽ വെർബ് ഉണ്ട്. വെർബ് ഏതാണ്? പ്ലേസ് എന്നാണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ് എന്നുള്ളതാണ്. V1ന്റെ കൂടെ എസ് ചേർന്ന എസ് ഫോം ആണ് പ്ലേസ്. അപ്പൊ ഷീ പ്ലേസ് ചെസ് എന്നതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് വെർബിൽ നിന്നും ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. പ്ലേസ് എന്ന് പറയുന്നത് എസ് ഫോം. അപ്പൊ എസ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഫോം ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് V1. അപ്പൊ ഇവിടുത്തെ എസ് ഫോം ഏതാണ്? പ്ലേസ് ആണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്ലേസ് ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡസ് പ്ലേസ് എന്നല്ല, ഡസ് പ്ലേ എന്നാണ്. രണ്ടാമത് V1 ഉപയോഗിക്കൂ. എസ് ഫോം ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് V1. സോ പ്ലേസ് ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് പ്ലേ. അപ്പൊ ഡസ് പ്ലേ എന്ന് നമുക്ക് കിട്ടും. ഡസ് പ്ലേ. ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം. അപ്പൊ ഷീ ഡസ് പ്ലേ ചെസ് എന്നാണല്ലോ അർത്ഥം. അപ്പൊ ഷീ ഡസ് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ നോട്ട് ചേർക്കുന്നു. ഷീ ഡസ് നോട്ട് പ്ലേ ചെസ്. അതേപോലെ മറ്റൊരു സെന്റൻസ്. ഇറ്റ് റെയിൻസ്. ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻ എന്ന് പറഞ്ഞാൽ മഴ. അപ്പൊ റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഴകൾ എന്നല്ല. ഇംഗ്ലീഷിലൊരു പ്രത്യേകത ഉള്ളത് ഈ വെർബ് നൗണിൽ നിന്നും വെർബിനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പൊ മിൽക്ക് എന്ന് പറയും. മിൽക്ക് എന്ന് പറഞ്ഞാൽ പാലെന്ന്. ഐ ആം മിൽക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പാല് കറക്കുന്നു എന്ന് അർത്ഥം വരും. മലയാളത്തിൽ അത്തരത്തിലുള്ള പ്രയോഗ രീതി വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ മഴ, റെയിൻ എന്നതിനെ റെയിൻസ് എന്ന് പറയുന്ന വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഈ സെന്റൻസിൽ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പൊ ഇവിടെ റെയിൻ എന്ന് പറയുന്നത്, റെയിൻസ് എന്ന് പറയുന്നത് വെർബ് തന്നെയാണ്. വെർബിന്റെ എസ് ഫോം ആണ്. ഇറ്റ് റെയിൻസ്. ഇപ്പോൾ മഴ പെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെർബിൽ നിന്നും ഓക്സിലറി വെർബിനെ കണ്ടെത്തുക. വെർബ് റെയിൻസ് ആണ്. റെയിൻസ് എസ് ഫോം ആണ്. എസ് ഫോം വരുമ്പോൾ നമ്മൾ കണ്ടു എസ് ഫോം ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് V1. അങ്ങനെ വരുമ്പോൾ റെയിൻസ് എന്ന് പറയുന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഡസ് റെയിൻ എന്ന് കിട്ടും. അങ്ങനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് റെയിൻ എന്നാവും. നെക്സ്റ്റ് സെന്റൻസിലേക്ക് പോവാം. ഹി പ്ലേഡ് ചെസ്. ഇൻ ദിസ് സെന്റൻസ് ഓൾസോ യു കനോട്ട് സീ എനി ഓക്സിലറി വെർബ്. ഇതിനകത്തുമില്ല ഓക്സിലറി വെർബ്. അപ്പൊ എന്ത് കണ്ടെത്തണം? വെർബിനെ കണ്ടെത്തണം. വെർബ് പ്ലേഡ് ആണ്. പ്ലേഡ് എന്ന് പറയുന്നത് ഏത് ഫോമാണ്? പ്ലേഡ് എന്ന് പറയുന്നത് V2 ആണ്. ഇനി പ്ലേഡ് V2 ആണോ V3 ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പ്ലേഡ് V2 ആണോ V3 ആണോ എന്ന് മനസ്സിലാക്കാൻ സബ്ജക്റ്റിന് ശേഷം പ്ലേഡ് എന്ന് പറയുന്ന V2 ഫോം മാത്രമാണ് കൊടുത്തതെങ്കിൽ അത് V2 ആണ്. അതേസമയം സബ്ജക്റ്റിന് ശേഷം ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് ആ V2 ഫോം കൊടുത്തതെങ്കിൽ അത് V3 ആയി മാറും. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഹീക്ക് ശേഷം വേറെ ഒരു ഓക്സിലറി വെർബും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്ലേഡ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പൊ V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? V2 എന്ന് പറഞ്ഞാൽ V2 ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് V1. ഡിഡിന്റെ കൂടെ V1 ചേരുന്നതാണ് V2. അപ്പൊ പ്ലേഡ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ. അപ്പൊ ഡിഡ് പ്ലേ ആണ് പ്ലേഡ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കാൻ ഹി പ്ലേഡ് ചെസ്. നമുക്ക് ഡിഡ് ഓക്സിലറി വെർബായി ഡിഡ് കിട്ടി. അങ്ങനെ വരുമ്പോൾ ഹി പിന്നെ ഡിഡ് ചേർത്തു, അതിനുശേഷം നോട്ട് ചേർക്കുന്നു. പ്ലേ എന്നേ ഉപയോഗിക്കാവൂ. എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് പ്ലേ ആണ്, ഡിഡ് പ്ലസ് പ്ലേഡ് അല്ല. പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് V1. പ്ലേ ആണ്, പ്ലേഡ് അല്ല. അപ്പോൾ ഹി ഡിഡ് നോട്ട് പ്ലേ ചെസ്. അതേപോലെ തന്നെ V2 വരുന്ന വേറൊരു സെന്റൻസ് ആണ് they went home. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പ്ലേഡ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും V2 V3 എന്നൊക്കെ. പക്ഷെ ഗോ എന്നതിൻ്റെ V2 ഫോമാണ് വെന്റ്.
ഇങ്ങനെയുള്ള കുറച്ച് വേർബ്സ് നമ്മൾ പഠിച്ചു. നേരത്തെ തന്നെ റോട്ട്, റൈറ്റ് പഠിച്ചു, ഈറ്റ് പഠിച്ചു. ഇവിടെ വെന്റ് എന്ന് പറയുന്ന ഒരു V2 ഫോമാണ്. ഇത് V2 ഫോമാണ്. അപ്പൊ ദേ വെന്റ് ഹോം, അതിന്റെ അർത്ഥം അവർ വീട്ടിൽ പോയി എന്നാണ്. നമ്മൾ അവർ വീട്ടിൽ പോയില്ല എന്നാണ് പറയേണ്ടത്. അപ്പൊ ദേ വെന്റ് ഹോം, അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഇത് V2 ആണ്. അപ്പൊ ഇത് എന്താണെന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് കുറെ വേർബ്സിനെയും വേർബ്സിന്റെ 5 ഫോംസും പഠിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വേർബ്സിനെ കണ്ടെത്തുക, അതിന് 5 ഫോംസ് കണ്ടെത്തുക, അതൊക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാവുന്ന വർക്കുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാവും നോക്കാം. ദേ. ഇനി വെന്റ് എന്ന് പറയുന്നത് V2 ആണ്. V2 ആകുമ്പോൾ V2 എന്താണ് നമ്മൾ കണ്ടു, ഡിഡ് പ്ലസ് V1 ആണ്. അപ്പോൾ വെന്റ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് വെന്റിന്റെ V1 ആണ് ഉപയോഗിക്കുന്നത്. വെന്റിന്റെ V1 ഗോയാണ്. അപ്പൊ ഡിഡ് ഗോ എന്ന് പറയുന്നതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ഡിഡ് നോട്ട് ഗോ ഹോം എന്നാണ്. ദേ ഡിഡ് നോട്ട് ഗോ ഹോം. അപ്പൊ ഈ വെന്റ്, റൈറ്റ്, ഈറ്റ് പോലുള്ള ആ വേർബ്സിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന്റെ 5 രൂപങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇവിടെ പ്ലേഡ് പോലുള്ള വേർബ്സിന്റെ പ്രത്യേകത അതിന്റെ 4 ഫോംസ് ആയിരിക്കും വ്യത്യാസപ്പെട്ടിരിക്കുക. പക്ഷെ ഇവിടെ 5 ഫോംസ് വ്യത്യാസപ്പെട്ട വെർബുകളാണ് ഇങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ദേ വെന്റ് ഹോമിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ദേ ഡിഡ് നോട്ട് ഗോ ഹോം എന്നാണ്. ഡിഡ് കിട്ടിയത്, വെന്റ് എന്ന് പറയുന്നത് ഗോയുടെ V2 ഫോമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചത്. ഡിഡ് പ്ലസ് V1 ആയിട്ടുള്ള ഗോ ആണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് ദേ ഡിഡ് നോട്ട് ഗോ ഹോം. ഇങ്ങനെയാണ് സെന്റൻസുകളെ നെഗറ്റീവ് ആക്കുന്നത്. അപ്പോ നമ്മൾ ഓർക്കുക, എന്താണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക, അതെ എന്ന് പറയുന്നത് പോസിറ്റീവും അല്ല എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഐ ആം എ ഫാമർ, ഞാനൊരു കൃഷിക്കാരനാണ്. ഐ ആം നോട്ട് എ ഫാമർ, ഞാനൊരു കൃഷിക്കാരനല്ല. ഇനി ഇത് ഒരു ചോദ്യത്തിന്റെ ആൻസറും കൂടിയാണ്. അത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനൊരു കൃഷിക്കാരനാണെന്ന് നമ്മൾ ഒരാളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. ആർ യു എ ഫാമർ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആൻസർ പറയുന്നത് യെസ് ഐ ആം എ ഫാമർ എന്ന് പറയുന്നത്. ഇനി നോ ഐ ആം നോട്ട് എ ഫാമർ എന്ന് പറയുന്നതും ഒരു ആൻസർ തന്നെയാണ്. ഇതെല്ലാം ആൻസേഴ്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതെല്ലാം ഓക്സിലറി വേർബ്സ് ഉള്ള പോസിറ്റീവ് സെന്റൻസുകളും അതിന്റെ നെഗറ്റീവ് ഫോംസുമാണിത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ആ സെന്റൻസിലെ ഓക്സിലിയറി വേർബിന് ശേഷം നോട്ട് ചേർക്കും. അതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഇനി ഓക്സിലിയറി വേർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓക്സിലിയറി വേർബ് ഇല്ലെങ്കിൽ വേർബിനെ കണ്ടെത്തി വേർബിന്റെ ഫോമിനനുസരിച്ച് നോട്ട് ചേർക്കണം. ഡു, ഡസ്, ഡിഡ് തുടങ്ങിയ ഓക്സിലറി വേർബ്സിനെ കണ്ടെത്തണം. അപ്പോൾ വേർബിന്റെ ഫോമിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പഠിക്കാം. V1 വരുമ്പോൾ ഡൂവും, എസ് ഫോം വരുമ്പോൾ ഡസും, V2 ഫോം വരുമ്പോൾ ഡിഡുമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ V1 വരുമ്പോൾ ഡൂവും, എസ് ഫോം വരുമ്പോൾ ഡസും, V2 വരുമ്പോൾ ഡിഡും ചേർത്ത് നോട്ട് ചേർത്തിട്ടാണ് ഒരു ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇത് കൃത്യമായി ഓർത്തിരിക്കുക. V1 ഈസ് ഈക്വൽ ടു ഡു പ്ലസ് V1, എസ് ഫോം ഈസ് ഈക്വൽ ടു ഡസ് പ്ലസ് V1, V2 ഈസ് ഈക്വൽ ടു ഡിഡ് പ്ലസ് V1. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. അങ്ങനെയാണ് ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്കാണ് പോകേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് കവർ ചെയ്തത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതിനേക്കാൾ അല്പം കൂടെ ടഫായിട്ടുള്ള, ടഫല്ല എന്നാൽ ഇത് നെഗറ്റീവ് ആക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അതെ എന്നും അല്ല എന്നുമാണ് നമ്മൾ പറയാൻ പഠിക്കുന്നത്. ഇനി നമ്മൾ ചോദ്യം ചോദിക്കാനാണ് പഠിക്കുന്നത്. ആദ്യം ഉത്തരം പറയാൻ പഠിച്ചു, ഇനി നമ്മൾ ചോദ്യം ചോദിക്കാൻ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം 3 തരത്തിലുള്ള ചോദ്യങ്ങളാണുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ടാഗ്, WH ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്ന സെഷനിലേക്കാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. പേഴ്സണൽ പ്രൊനൗൺസ് മനസ്സിലാക്കി, വേർബ്സിൻ്റെ 5 ഫോംസ് മനസ്സിലാക്കി, ഓക്സിലറി വേർബ്സ് അതിൻ്റെ നെഗറ്റീവ് ഫോംസ് മനസ്സിലാക്കി. അവസാനം പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാം എന്നത് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലേക്കാണ് പോകുന്നത്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നെ, ചോദ്യവാക്യങ്ങൾ. ഇപ്പോൾ പലതരം വാക്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. നമ്മൾ ആ പേരൊക്കെ തൽക്കാലം കൊണ്ട് മറക്കുക. ഇൻട്രോഗേറ്റീവ് എന്നുള്ള പേരൊക്കെ മറക്കുക. ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം ഓർത്തിരിക്കുക. There are 3 types of questions in English. One is yes or no question. Second one is tag question. Third one is WH question.
അപ്പോൾ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ? നമുക്ക് ഒന്നാമത് പഠിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ when we ask a question, if we get the answer as yes or no, such questions are known as yes or no question. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് യെസ് എന്നോ നോ എന്നോ ആണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അത്തരം ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്താ? ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ മലയാളികൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ടല്ല മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ട് അല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ടാഗാണ്. അവൻ നന്നായി പഠിക്കും അല്ലേ, അതൊരു ക്വസ്റ്റ്യൻ ടാഗാണ്. അവൻ നന്നായി പഠിക്കില്ല, ഓ, അതും ക്വസ്റ്റ്യൻ ടാഗാണ്. പിന്നെ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ചോദ്യവാക്യങ്ങളാൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ യെസ് എന്നോ നോ എന്നോ ആണെങ്കിൽ അത്തരം ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതിനൊരു ഫോം ഉണ്ട്, AV + S + MV എന്ന്. AV എന്ന് പറഞ്ഞാൽ ഓക്സിലിയറി വെർബ്, ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫോം അങ്ങനെയാണ്. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവണം. നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണല്ലോ. ഒരു ക്വസ്റ്റ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് ആ ക്വസ്റ്റ്യന് ശേഷം, ആ സെന്റൻസിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ക്വസ്റ്റ്യൻ ആണ് എന്ന് തിരിച്ചറിയാം. ഇനി പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു ഓക്സിലിയറി വെർബ് കൊണ്ടാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്സിലിയറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ മേക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഒരു ഉദാഹരണം, ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണമെങ്കിൽ ഇതൊരു ആൻസറാണ്. ഏത്? ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആൻസറാണ്. എങ്ങനെ? നമുക്ക് ഒരു ഉത്തരം പറയുന്ന രീതിയിൽ പറഞ്ഞു നോക്കാം. യെസ്, ഷീ ഈസ് എ ടീച്ചർ. അതെ, അവളൊരു ടീച്ചറാണ്. അതെ, അവളൊരു ടീച്ചറാണ് എന്നത് ഏത് ചോദ്യത്തിൻ്റെ ആൻസറാണ്? അവളൊരു ടീച്ചറാണോ എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ്. അവളൊരു ടീച്ചറാണോ എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് അതെ, അവളൊരു ടീച്ചറാണ് എന്നത്. അപ്പം ഈ സെന്റൻസിനെ നമുക്കൊന്ന് നോക്കാം. ഷീ ഈസ് എ ടീച്ചർ. നമ്മൾ പഠിച്ചതുപോലെ ഈ സെന്റൻസിൽ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. കാരണം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഓക്സിലറി വെർബ് വേണം. അപ്പോൾ ഇതിൽ നിന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ നിർമ്മിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് ഒരിക്കലും ഇങ്ങനെയല്ല ക്വസ്റ്റ്യൻ തരിക. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എവിടെയാണ്? ഒന്ന്, ഒരേ ഒരു സാഹചര്യം, അത് ശരിക്കും പറഞ്ഞാൽ കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ്. ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ 4-5 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. 3, ഒരു WH ക്വസ്റ്റ്യൻ ആയിരിക്കും. 4, ഹാഡ് ബെറ്റർ ചേർക്കാനുള്ളതായിരിക്കും. 5, ഈ ഈഫ് ക്ലോസ് ചേർക്കാനുള്ളതായിരിക്കും. ഇങ്ങനെ 5-6 കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനുള്ള ചോദ്യത്തിൽ വരുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് മനസ്സിലാക്കാം, 2 പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ കോൺവെർസേഷനിൽ ഒരു ആൻസർ ഉണ്ടാവും. അതിന് മുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആൻസർ വായിക്കുമ്പോൾ നമുക്കറിയാം മുകളിലുള്ളത് എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ ആൻസർ ഇങ്ങനെയാണെന്ന് കരുതുക. യെസ്, ഷീ ഈസ് എ ടീച്ചർ. യെസ്, ഷീ ഈസ് എ ടീച്ചർ എന്നാണ് ആൻസർ എങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ചേർക്കേണ്ടത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം യെസ്, ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയണമെങ്കിൽ അതിന് മുകളിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. യെസ് എന്നോ നോ എന്നോ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ചോദ്യമായിരിക്കും. യെസ് എന്നോ നോ എന്നോ ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാം. പിന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഷീ ഈസ് എ ടീച്ചർ. ഈ സെന്റൻസിലെ ഓക്സിലറി വെർബിനെ കണ്ടെത്തുക. ഓക്സിലറി വെർബ് ഇതാണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി. വേറെ ഒന്നും ചേർക്കാനില്ല, ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും ഒഴിവാക്കാനില്ല. ഈ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ ആദ്യം ഇട്ടാൽ മതി. ഈസ് ഷീ എ ടീച്ചർ. വേറെ ഒന്നും ചേർത്തിട്ടില്ല.
ഇത് ഒരു ഉത്തരമാണ്, ഇതൊരു ചോദ്യം. ഷീ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങിയപ്പോൾ അതൊരു ഉത്തരമാണ്, ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങിയപ്പോൾ അതൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ്? ഷീ ഈസ് എ ടീച്ചർ. ഈസ് ഷീ എ ടീച്ചർ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ദേ ആർ സ്റ്റുഡൻസ്. ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ സെന്റൻസിന്റെ അർത്ഥം അവർ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ചോദ്യം അവർ വിദ്യാർത്ഥികളാണോ എന്നതാണ്. ഇതിന്റെ ആൻസർ ശരിക്കും എന്തായിരിക്കും? കോൺവെർസേഷനിൽ യെസ് ദേ ആർ സ്റ്റുഡൻസ്. അതെ, അവർ വിദ്യാർത്ഥികളാണ്. അപ്പം ആരോ ചോദിക്കുന്നു. എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക? അവർ വിദ്യാർത്ഥികളാണോ എന്ന് ആരോ ചോദിക്കുന്നു. അപ്പോഴാണ് ഉത്തരം പറയുന്നത് യെസ് ദേ ആർ സ്റ്റുഡൻസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കാൻ എന്ത് ചെയ്യാനുള്ളൂ? ദേ ആർ സ്റ്റുഡൻസ് എന്ന സെന്റൻസിലെ ഓക്സിലിയറി വെർബിനെ ആദ്യം വെച്ചാൽ മതി. ഏതാണ് ഓക്സിലിയറി വെർബ്? ആർ. ആർ ദേ സ്റ്റുഡൻസ്. അതാണ് ഇവിടെ. ആർ ദേ സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം എ ഫാമർ. ഞാനൊരു കൃഷിക്കാരനാണ്. ഇവിടെയും ചോദ്യം നിർമ്മിക്കാൻ നമ്മൾ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ആമിനെ കാണും. ശരി, അപ്പോ ആം ഐ എ ഫാമർ എന്ന് പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ടാണ്? ആം ഐ എ ഫാമർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാവും. ഐ ആം എ ഫാമർ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാനൊരു കൃഷിക്കാരനാണോ? യെസ്, ഞാനൊരു കൃഷിക്കാരനാണ്. അങ്ങനെയായി പോകും. അങ്ങനെ ഒരിക്കലും നമുക്ക് രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ചോദിക്കേണ്ടി വരില്ല. ആം ഐ എ ഫാമർ എന്ന് ചോദ്യം ചോദിക്കില്ല എന്നല്ല അർത്ഥം. അങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഞാനൊരു കൃഷി ചെയ്യുന്നു, ആ കൃഷിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, കൃഷിയെല്ലാം നശിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനോട് എനിക്ക് തന്നെ ചോദിക്കാം, ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ എന്ത് കൃഷിക്കാരനാണ് എന്നൊക്കെ എനിക്ക് ചോദിക്കാം. ഇതങ്ങനെയല്ല, ഇത് രണ്ടു പേർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഐ ആം എ ഫാമർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ആൻസറാണ്, മറ്റാർക്കോ കൊടുത്ത ഒരു ആൻസറാണ്. ആ സെന്റൻസ് മുഴുവൻ എങ്ങനെയായിരിക്കും? യെസ് ഐ ആം എ ഫാമർ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചോദ്യം വേറൊരാൾ നമ്മളോട് ചോദിക്കുന്നതാണ്. എന്തായിരിക്കും ആ ചോദ്യം? നിങ്ങളൊരു കൃഷിക്കാരനാണോ എന്ന്. നിങ്ങളൊരു കൃഷിക്കാരനാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഈ സെന്റൻസിന്റെ കൂട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്ന്, ഐ ആം എ ഫാമർ എന്ന സെന്റൻസിൽ ഐ എന്ന് നമുക്ക് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഞാനൊരു കൃഷിക്കാരനാണോ എന്നല്ലല്ലോ ചോദിക്കേണ്ടത്, നിങ്ങളൊരു കൃഷിക്കാരനാണോ എന്നാണ്. അപ്പം ഐയുടെ സ്ഥാനത്ത് യു വരുന്നു. ഇതാണ് ഒരു മാറ്റം. അപ്പം മുൻകൂട്ടി തന്നെ പറയാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലും WH ക്വസ്റ്റ്യൻസിലും നമ്മുടെ ആൻസറിൽ ഐ എന്നോ വി എന്നോ ആണെങ്കിൽ അത് ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ യു ആയി മാറും. ഇപ്പോൾ എൻ്റെ പേര് രാജു എന്നാണ്, മൈ നെയിം ഈസ്. അപ്പോൾ ചോദ്യം നിന്റെ പേര് എന്ന് ചോദിക്കണം. ഇപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ വേർ ആർ യു ഗോയിങ്, നീ എവിടെ പോവുക? അവിടെ വേർ ആർ യു ഗോയിങ് എന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ ആൻസർ പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഐ ആണ് യു ആയി മാറും. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഐ ആം എ ഫാമർ എന്ന് പറയുന്ന സെന്റൻസിലെ ചോദ്യം നിർമ്മിക്കുമ്പോൾ നമ്മൾ കണ്ടു ഐ ഉപയോഗിക്കാൻ കഴിയില്ല ചോദ്യത്തിൽ യു ഉപയോഗിക്കാം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓക്സിലിയറി വെർബ് വേണം. അപ്പോൾ ഓക്സിലിയറി വെർബിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലിയറി വെർബാണ് ആർ. പക്ഷേ യുവിൻ്റെ കൂടെ ആം ഉപയോഗിക്കില്ല. നമ്മൾ യു ആം എന്നല്ല പറയും, യു ആർ എന്നാണ്. അപ്പൊ ഇനി ആറാണോ വേറാണോ പറയാന്ന് എങ്ങനെയാ നിശ്ചയിക്കുക? ഇത് നമ്മൾ ഓക്സിലിയറി വെർബ് പഠിച്ച ഭാഗത്ത് പ്രസന്റ് ടെൻസിലെയും പാസ്റ്റ് ടെൻസിലെയും ഓക്സിലിയറി വെർബിന്റെ രൂപങ്ങൾ പഠിച്ചതാണ്. ആമിന്റെ പാസ്റ്റ് ഫോം എന്താണ് പഠിച്ചതാണ്. അപ്പൊ നമുക്കിവിടെ ടെൻസ് മാറി ചോദ്യം ചോദിക്കാൻ കഴിയില്ല. നീ ഒരു കൃഷിക്കാരനാണോ എന്ന് ചോദിച്ചെങ്കിൽ ഞാനൊരു കൃഷിക്കാരനാണ് എന്ന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. നീ ഒരു കൃഷിക്കാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാനൊരു കൃഷിക്കാരനായിരുന്നു എന്ന് ഉത്തരം പറയണം. അപ്പൊ ടെൻസ് മാറി നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല, ചോദ്യം നിർമ്മിക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബാണ്. പ്രസന്റ് ടെൻസിലുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പ്രസന്റ് ടെൻസിലായിരിക്കണം ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ചോദ്യം നിർമ്മിക്കുമ്പോഴും അത് തന്നെ ശ്രദ്ധിക്കണം. അപ്പോ ആം എന്നത് പ്രസന്റ് ടെൻസിലുള്ളതാണ്. ഐ നമ്മൾ മാറ്റി യു ആക്കുമ്പോൾ പ്രസന്റ് ടെൻസിൽ തന്നെയുള്ള യുവിനോട് ചേർന്ന് നിൽക്കുന്ന ഓക്സിലറി വെർബായിട്ടുള്ള ആർ തന്നെ ഉപയോഗിക്കണം. ആം ഉപയോഗിക്കാൻ പറ്റില്ല, ആം ഐയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തായി? ആർ യു എ ഫാമർ എന്നായി. ആർ യു എ ഫാം.
ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹി വിൽ ഹാവ് ഗോൺ. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. If there are two auxiliary verbs in a sentence, we can use the first auxiliary verb. We can begin the sentence with the first auxiliary. നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ട് ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. ഒന്ന് will ആണ്, ഒന്ന് have. ഇങ്ങനെ രണ്ട് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിക്കണം. ഇപ്പൊ he will have gone. ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതാ? will he have gone. will have എന്നല്ല, ആദ്യത്തെ ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിക്കണം. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ എഴുതണം. വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലിനെ ഇവിടേക്ക് ഇടും. വില്ലിനെ ഹീയുടെ മുമ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വിൽ ഹി ഹാവ് ഗോൺ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഹി വിൽ ഹാവ് ഗോൺ, അവൻ പോയിട്ടുണ്ടാകും. അവൻ പോയിട്ടുണ്ടാകുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. വി ക്യാൻ ഡു ദിസ്. ഇവിടെ ശ്രദ്ധിക്കുക, വി ക്യാൻ ഡു ദിസ്, നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അപ്പോ ഇവിടെ എന്താ പ്രത്യേകത? നമുക്കിത് ചെയ്യാൻ കഴിയും. നമുക്കിത് ചെയ്യാൻ കഴിയുമോ നമുക്ക് ചോദിക്കാം. ആ ചോദ്യം ശരിയാണ്. പക്ഷേ വി ക്യാൻ ഡു ദിസ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ചോദ്യത്തിന്റെ ആൻസറാണ്. ആരോ നമ്മളോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ? നമ്മളിപ്പോൾ കുറച്ച് പേര് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരു ജോലി ചെയ്യാനുണ്ടായിരുന്നു, ഇതാണ് ജോലി, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആൻസർ പറയുന്നത് യെസ് വി ക്യാൻ ഡു ദിസ്, അതെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ മറ്റൊരാൾ നമ്മളോട് ചോദ്യം ചോദിക്കണമെങ്കിൽ നേരത്തെ ഐ മാറിയതുപോലെ വി എന്ന് പറയുന്നത് മാറും. കാരണം വി എന്നത് ആൻസറിൽ നമ്മൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ വി ഈസ് ചേഞ്ച്ഡ് ഇൻടു യു എന്നാണ്. അപ്പോൾ വി യു ആയി മാറും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യനിലും WH ക്വസ്റ്റ്യനിലും ഐയും വിയും യു ആയി മാറും എന്നതാണ്. ആൻസേഴ്സിൽ ഐ വി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും WH ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ യു ആയി മാറുന്നു. അപ്പൊ ഇവിടെ വി ക്യാൻ ഡു ദിസ് എന്നതിന്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ് ഐയുടെയും വിയുടെയും എല്ലാ പേഴ്സൺസിന്റെ കൂടെയും, എല്ലാ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതിന്റെ സിംഗുലറിന്റെയും പ്ലൂരലിന്റെയും എല്ലാത്തിന്റെയും കൂടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കും. അതുകൊണ്ട് നമുക്ക് ക്യാനെ മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ എന്തിനാണ് മാറ്റിയത്? ആമിനെ ആം ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ. അതുകൊണ്ടാണ് ആമിനെ നമ്മൾ മാറ്റിയിട്ട് യുവിന്റെ കൂടെ ഉപയോഗിക്കാവുന്ന ഓക്സിലറി വെർബായ ആറ് ഉപയോഗിച്ചത്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാകാൻ ടെൻസും കൂടെ പഠിക്കണം. ടെൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറെ കൂടെ മനസ്സിലാവും. കാരണം ആറ് ഏത് ടെൻസാണ്, വാസ് ഏത് ടെൻസാണ്, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാം എളുപ്പത്തിലാവുള്ളൂ. എന്നാലും ഇപ്പോഴും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്യാൻ കൊണ്ട് സെന്റൻസ് ആരംഭിക്കാമെന്ന് കണ്ടു കഴിഞ്ഞു. കാരണം എല്ലാ പേഴ്സൺസിന്റെയും കൂടെ ക്യാൻ ഉപയോഗിക്കാം. ഇനി എന്ത് ചെയ്യണം? ക്യാൻ കൊണ്ട് സെന്റൻസ് ആരംഭിക്കുമ്പോൾ ക്യാൻ വി ഡു ദിസ് എന്നല്ല, ഇനി വി ഈസ് ചേഞ്ച്ഡ് ഇൻടു യു. അപ്പോൾ ക്യാൻ യു ഡു ദിസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? യെസ് വി ക്യാൻ ഡു ദിസ്. ഇതാണ് ആ സെന്റൻസിൽ വന്ന മാറ്റം. അപ്പം ഈ പറഞ്ഞ സെന്റൻസുകളിലെല്ലാം ഉള്ളൊരു പ്രത്യേകത, ഇവയിലെല്ലാം ഓക്സിലറി വേർബ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ സെന്റൻസിൽ ഈസ് ഉണ്ടായിരുന്നു, ഈ സെന്റൻസിൽ ആറാണ്, ഈ സെന്റൻസിൽ ആം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മാറ്റി ആറ് ആക്കി തീർത്തു. ഈ സെന്റൻസിൽ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഉണ്ട്, ഈ സെന്റൻസിൽ ക്യാൻ. പക്ഷെ ഇനി വരുന്ന സെന്റൻസ് നമുക്ക് നോക്കാം. ദേ വർക്ക് ഹാർഡ്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് എന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോം. പക്ഷേ ഓക്സിലറി വെർബ് ഇവിടെ ഈ സെന്റൻസിൽ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ സെന്റൻസിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർമ്മിക്കും? നമ്മൾ സെന്റൻസിനെ നെഗറ്റീവ് ആക്കാൻ പഠിച്ചപ്പോൾ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടതാണ്. ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്തിട്ടാണ്. ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലായിരുന്നു എങ്കിൽ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ, ഒരു ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ആ സെന്റൻസിലെ വെർബിന്റെ ഫോമിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ V1 വരുമ്പോൾ ഡു, എസ് ഫോം വരുമ്പോൾ ഡസ്, V2 വരുമ്പോൾ ഡിഡ്. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ ദേ വർക്ക് ഹാർഡ് എന്ന് പറയുന്ന ഈ സെന്റൻസ് ഓക്സിലറി വെർബ് ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ്. ഓക്സിലറി വെർബ് ഈ സെന്റൻസിൽ ഇല്ല. പക്ഷെ നമുക്ക് വെർബ് ഉണ്ട്. വെർബ് ഏതാണ്? വർക്ക് ആണ്. വർക്ക് ഏത് ഫോമാണ്? V1 ആണ്. V1 വരുമ്പോൾ നമ്മൾ ഏത് ഓക്സിലറി വെർബ് ചേർക്കും? ഡു ചേർക്കും. അപ്പോൾ വി ക്യാൻ ബിഗിൻ ദിസ് സെന്റൻസ് വിത്ത് ദ ഓക്സിലറി വെർബ് ഡു. അപ്പൊ എന്തായി? ഡു കൊണ്ട്
കൊണ്ട് ആരംഭിച്ചാൽ മതി. ദേ വർക്ക് ഹാർഡ്, അവർ കഠിനമായി ജോലി ചെയ്യാറുണ്ട്. ചോദ്യം എന്തായിരിക്കും? അവർ കഠിനമായി ജോലി ചെയ്യാറുണ്ടോ? യെസ് ദേ വർക്ക് ഹാർഡ്, യെസ് ദേ വർക്ക് ഹാർഡ്. അപ്പൊ നമുക്ക് ചോദിക്കണം, അവർ കഠിനമായി ജോലി ചെയ്യാറുണ്ടോ? അപ്പോ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് വർക്ക് എന്ന് പറയുന്ന V1 നിന്നും നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തി അത് ഡു ആണ് എന്നും മനസ്സിലായി. അപ്പൊ ഡു. ഇനി അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഡു ഇവിടെ ചേർത്തു. ഡു ദേ വർക്ക് ഹാർഡ്, ഡു ദേ വർക്ക് ഹാർഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഇങ്ങനെ. ഇനി രണ്ടാമത്തെ സെന്റൻസ് നമുക്ക് നോക്കാം. ഐ പ്ലേ ചെസ്. ഇവിടെയും ചെറിയൊരു അപകടം പതിയിരിക്കൊണ്ട്. എന്താണ്? ഐ പ്ലേ ചെസ്. അതിലും ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ല എന്ന അപകടം മാത്രമല്ല, മറ്റൊരു അപകടം കൂടിയുണ്ട്. നമുക്ക് നോക്കാം. പ്ലേ എന്ന് പറയുന്ന വെർബ് അത് V1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലെങ്കിലും V1 വരുമ്പോൾ നമുക്ക് ഡൂവിനെ ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങാം. ഡൂവിനെ ഉപയോഗിച്ച് ഇവിടെ സെന്റൻസ് തുടങ്ങുന്നു. പക്ഷെ എന്താണ് അപകടം? ഇവിടെ ഐ കൊണ്ടാണ് സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. ഐ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഏത് സബ്ജക്റ്റ് ഉപയോഗിക്കണം? ഐ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു യു. അപ്പോ ഈ ഐ പ്ലേ ചെസ് എന്ന് പറയുന്നതിന് ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡു ചേർക്കുന്നു. ഐ മാറി യു ആയി തീരുകയും ചെയ്യും. എന്താ ഇവിടെ അർത്ഥം? ഞാൻ ചെസ് കളിക്കാറുണ്ട്. ചോദ്യം എന്തായിരിക്കും? നീ ചെസ് കളിക്കാറുണ്ടോ? യെസ്, ഞാൻ ചെസ് കളിക്കാറുണ്ട്, ഞാൻ ചെസ് കളിക്കാറുണ്ട് എന്ന് ഉത്തരം പറയണം. അപ്പൊ നീ ചെസ് കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു പ്ലേ ചെസ് എന്ന് ചോദിക്കണം. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഷീ സിങ്സ് വെൽ. അവൾ നന്നായി പാടുന്നു, അല്ലെങ്കിൽ അവൾ നന്നായി പാടാറുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ അർത്ഥമൊന്നും പഠിക്കാൻ മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ സെന്റൻസിന്റെ ഒന്നും അർത്ഥം അറിയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞ കാര്യം അതേപടി പഠിച്ചാൽ ചോദ്യം ഉണ്ടാക്കാം. കാരണം എന്താ? ഇവിടെ ഇപ്പൊ ഷീ ഈസ് എ ടീച്ചർ. ടീച്ചർ എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ല എന്ന് കരുതുക. ടീച്ചർ എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ല. അപ്പോ ഷീ ഈസ് എ സ്റ്റെനോഗ്രാഫർ എന്നാണ്. സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം അറിയില്ല. പക്ഷെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയും ചെയ്യും. എന്ത് ചെയ്യണം? ഒന്നും ആലോചിക്കും. സ്റ്റെനോഗ്രാഫർ എന്തും ആയിക്കോട്ടെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി. അപ്പൊ ഷീസ് എ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ ഈ ഷീ എ സ്റ്റെനോഗ്രാഫർ നമുക്ക് അർത്ഥം അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ ഇവിടെ അർത്ഥം അറിയാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അർത്ഥം അറിയണം എന്ന് പറയാൻ കാരണം ഇതൊരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. പക്ഷെ ഏതെങ്കിലും മീനിങ് അറിയില്ലാത്ത സെന്റൻസുകൾ നമുക്ക് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പൊ ഷീ സിങ്സ് വെൽ എന്നതാണ്. എന്താ ഇതിന്റെ അർത്ഥം? അവൾ നന്നായി പാടുന്നു, നന്നായി പാടാറുണ്ട് എന്നും അർത്ഥമുണ്ട്. അപ്പോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ എന്താണ്? ഓക്സിലറി വെർബ് കൊണ്ട് ആരംഭിക്കണം. ഓക്സിലറി വെർബ് ഇവിടെ ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? വെർബിനെ കണ്ടെത്തണം. വെർബ് സിങ്സ് ആണ്. സിങ്സ് ഏത് ഫോമാണ്? എസ് ഫോം ആണ്. എസ് ഫോം വരുമ്പോൾ ഏത് ചേർക്കണം? ഓക്സിലറി വെർബ് ഡസ് ചേർക്കണം. കാരണം സിങ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്തായിരിക്കും? ഡസ് പ്ലസ് സിങ് എന്നായിരിക്കും. സിങ്സ് എസ് ഫോം ആണ്. അപ്പൊ ഡസ് സിങ് എന്നാണ്. അപ്പൊ ഷീ സിങ്സ് വെൽ എന്നുള്ളതിൽ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് സിങ്സിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തുന്നു. അത് ഡസ് ആണ്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല. ഡസ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി. ഡസ് ഷീ. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഡസ് ഷീ സിങ്സ് വെൽ എന്നല്ല ചോദിക്കേണ്ടത്. ഡസ് ഉപയോഗിച്ചത് കൊണ്ട് സിങ്സിന്റെ എസ് ഫോം നമ്മൾ ഒഴിവാക്കണം. അപ്പൊ എന്താവും? ഡസ് ഷീ സിങ് വെൽ എന്നാണ്. ഡസ് ഷീ സിങ് വെൽ. ഇനി അടുത്ത സെന്റൻസ് ഇറ്റ് റെയിൻസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് റെയിൻസ്, മഴ പെയ്യുന്നു എന്നതാണ്. മഴ പെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ മഴ പെയ്യാറുണ്ടോ, മഴ പെയ്യുകയാണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഉത്തരം പറയും യെസ് ഇറ്റ് റെയിൻസ്. അതെ, മഴ പെയ്യാറുണ്ട്, അല്ലെ മഴ പെയ്യുന്നു എന്നാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇതിന്റെ ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ് ഇല്ല. വെർബ് ഉണ്ടോ നോക്കണം. വെർബ് ഉണ്ട്. ഏതാണ്? റെയിൻസ് ആണ്. റെയിൻസ് ഏത് ഫോം ആണ്? എസ് ഫോം ആണ്. എസ് ഫോം വരുമ്പോൾ ഏത് ചേർക്കണം? ഡസ്. അപ്പൊ ഡസ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി. ഡസ് ഇറ്റ് റെയിൻസ് എന്നല്ല, ഡസ് ഇറ്റ് റെയിൻ. ഡസ് ഇറ്റ് റെയിൻ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഹി വർക്ക്ഡ് ഹാർഡ്. ഹി വർക്ക്ഡ് ഹാർഡ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങണം. ഓക്സിലറി വെർബ് ഇല്ല. വെർബ് ഉണ്ട്. വർക്ക്ഡ് ആണ്. വർക്ക്ഡ് ഏത് ഫോമാണ്? V2 ആണ്. V2 ആണോ V3 ആണോ? V2 ആണോ V3 ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? സബ്ജക്റ്റിന് ശേഷം അല്ലെങ്കിൽ ഈ വെർബിന് മുമ്പ് ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിൽ ആ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ വെർബ് ഒരു V3 ഫോം ആയിരിക്കും. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ V2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ ഹി വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുന്ന സെന്റൻസിൽ വർക്ക്ഡ് എന്ന് പറയുന്നത് V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? V2 എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് V1 ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോ
ഡിഡ് കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി. അപ്പൊ ഡിഡ് ഹി. ഇനി എന്താണ്? ഡിഡ് ഹി വർക്ക് ഹാർഡ് എന്നാണോ, ഡിഡ് ഹി വർക്ക് ഹാർഡ് എന്നാണോ? ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് വർക്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം V2 എന്ന് പറയുന്ന ഡിഡ് പ്ലസ് V1 ആണ്. അതുകൊണ്ട് ഡിഡ് ഹി വർക്ക് ഹാർഡ്, ഡിഡ് ഹി വർക്ക് ഹാർഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഈ ലാസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. ദേ വെന്റ് ഹോം, അവർ വീട്ടിൽ പോയി. ചോദ്യം എന്തായിരിക്കും? ചോദ്യം അവർ വീട്ടിൽ പോയി എന്ന് ഉത്തരം പറയണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവർ വീട്ടിൽ പോയോ എന്ന് ചോദിക്കണം. അവർ വീട്ടിൽ പോയോ എന്ന് ചോദിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണം? ഓക്സിലറി വെർബ് വേണം. ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ വെർബ് ഉണ്ടോ നോക്കണം. വെർബ് ഉണ്ട്. ഏതാണ്? വെന്റ്. വെന്റ് ഏത് ഫോമാണ്? വെന്റ് നമ്മൾ നേരത്തെ പഠിച്ചു, V2 ഫോമാണ്. ഏതിന്റെ? ഗോ എന്ന V1ന്റെ V2 ഫോമാണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, പോയി എന്നാണ് വെന്റിന്റെ അർത്ഥം. അപ്പോ വെന്റ് എന്ന് പറയുന്നത് ഗോ എന്നതിന്റെ V2 ഫോമാണ്. അപ്പൊ ഇവിടെ V2 ഫോമായ വെന്റ് ഉണ്ട്. V2 ഫോമായ വെന്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് V2ൽ നിന്നും എന്ത് കണ്ടെത്തണം? ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. അതേതാണ്? V2 ആയതുകൊണ്ട് ഡിഡ്. അപ്പൊ എങ്ങനെ തുടങ്ങാം? ക്വസ്റ്റ്യൻ ഡിഡ് കൊണ്ട് ആരംഭിക്കാം. ഡിഡ് ദേ ഗോ ഹോം. ഡിഡ് ദേ വെന്റ് ഹോം അല്ല, ഡിഡ് ദേ ഗോ ഹോം. ഡിഡ് ദേ ഗോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. യാതൊരു സംശയവും വേണ്ട. കാരണം നമുക്ക് കോൺവെർസേഷൻ ഫില്ല് ചെയ്യാൻ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 5 ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോൺവെർസേഷനിൽ ഫില്ല് ചെയ്യാനുണ്ടാവുക. അതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒന്നാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ ടാഗ്, മൂന്നാമത്തേത് WH ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺവെർസേഷൻ നമുക്ക് ഫില്ല് ചെയ്യാൻ തരുന്നത്. അതിൽ നിർബന്ധമായും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. 3 ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കേണ്ടതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർമ്മിക്കാൻ ഓക്സിലറി വെർബ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഒരു സെന്റൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്ന് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ആ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത് ഒരു ഓക്സിലറി വെർബ് കൊണ്ടാണെങ്കിൽ ആ സെന്റൻസ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ് എന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ഒരു ഈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബ്, ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് കൊണ്ടാണ്. ഇവിടെ ഉദാഹരണത്തിന് ഷീസ് എ ടീച്ചർ എന്നതാണ് അവിടെ നിർമ്മിക്കുമ്പോൾ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ ആദ്യം ഇട്ടാൽ സെന്റൻസ് ആയി ഈസ് ഷീ എ ടീച്ചർ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇത്തരം സാഹചര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് തന്നിരിക്കുന്ന സെന്റൻസിലെ ചോദ്യം ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, 2 ഓക്സിലറി വെർബ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് കൊണ്ട് സെന്റൻസ് ആരംഭിക്കുക. ഹി വിൽ ഹാവ് ഗോൺ. വില്ലിനെ ആദ്യം എടുത്തിടുന്നു. വിൽ ഹി ഹാവ് ഗോൺ. ഇങ്ങനെയാണ്. മൂന്നാമത് ശ്രദ്ധിക്കാനുള്ളത് ഐ വി പോലുള്ള ഐയും വിയും വന്നിട്ടുണ്ടെങ്കിൽ, സ്വർണ്ണ ക്വസ്റ്റ്യനിൽ ഐയും വിയും വന്നിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ നിർമ്മിക്കുമ്പോൾ യു ആയി മാറുന്നു. മാത്രമല്ല ഐ ആം എന്നാണെങ്കിൽ യുവിന് ശേഷം ആം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ആർ എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആക്കാൻ പഠിച്ചതുപോലെ തന്നെ V1 വരുമ്പോൾ ഡൂവും, എസ് ഫോം വരുമ്പോൾ ഡസും, V2 വരുമ്പോൾ ഡിഡും ചേർത്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് V1 ആണെങ്കിൽ നമ്മൾ ഡു കൊണ്ട് സെന്റൻസ് ആരംഭിച്ചാൽ മതി, V2 ആണെങ്കിൽ ഡിഡ് കൊണ്ട് ആരംഭിച്ചാൽ മതി, എസ് ഫോം ആണെങ്കിൽ ഡസ് കൊണ്ട് ആരംഭിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമ്മൾ പറയും, ടാഗ് ക്വസ്റ്റ്യൻസ് എന്നും പറയും. അതെങ്ങനെയായാലും ശരി തന്നെയാണ്. ക്വസ്റ്റ്യൻ ടാഗാണ് ഇനി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വരും. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ഓർമ്മ വേണം. പേഴ്സണൽ പ്രൊനൗൺസ്, വെർബിന്റെ 5 ഫോംസ്, ഓക്സിലറി വെർബ്സ്. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ തുടർന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ബേസിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ നൗൺ പ്രൊനൗൺ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് ബേസിക്സ് നമ്മൾ വിചാരിക്കരുത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളും ഇതുവരെ പഠിച്ചതും എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതിനിടയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായി നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എഴുതി വെച്ച് കൃത്യമായി അത് പഠിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് തുടരാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ
മറ്റൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റുമായിട്ട് പ്രധാനപ്പെട്ട ഗ്രാമർ സെക്ഷനുമായി തന്നെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.